Let us pray that God will speak to us and continue to, as we are studying the Word of God. രാത്രികാലം പിന്നെയും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവിനെ നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. So today again, as we are in the week, Holy Communion week, let us again look at what Jesus did for us and always be very thankful to God that all that God has done for us. ആ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ഈ ആഴ്ചകാലം ആയിരിക്കുമ്പോൾ കർത്താവിൽ തന്നെ നോക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനൊക്കെയും നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുവാനും ദൈവം സഹായിക്കും. And the passage that we are studying from the epistle to Peter is also tonight we will talk about the same subject, which is very much important for all of us. ഈ രാത്രികാലം പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ കാര്യം തന്നെ അല്ലെങ്കിൽ രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത്. So we are reading Peter chapter 2. നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1 പത്രോസിന്റെ രണ്ടാം അധ്യായമാണ്. So as we have been building upon this epistle, it is most very clearly to build upon the holiness of God. ഈ കാര്യങ്ങൾ നമ്മൾ ചേർന്ന് പണിതുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദൈവത്തിന് അവിശുദ്ധിയോടെ ചേർന്ന് പണിയപ്പെടുവാനാണ്. So we are all being formed and transformed into His own image. ആ കർത്താവിന്റെ അതേ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായിക്കൊണ്ടേ പോവുകയാണ്. So the purpose of every one of our calling is very clear and how we need to live before God. നമ്മൾ വിളിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതിനുവേണ്ടി നാം എങ്ങനെ ജീവിക്കണമെന്നും വളരെ വ്യക്തമാണ്. Nothing that what the world or anybody else talks about. It is what the Word of God speaks. That's the only truth. വേറെ ആരും ഈ ലോകം സംസാരിക്കുന്ന കാര്യമല്ല, മറിച്ച് കർത്താവിന്റെ വചനം എന്താണ് സംസാരിക്കുന്നത് അത് മാത്രമാണ് സത്യം. So that is the only truth that we need to hold on. ഈ ഒരു സത്യത്തിൽ മാത്രമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. It is not a community living, it is a spiritual living. ഒരു സാമൂഹിക ജീവിതമല്ല, ഇതൊരു ആത്മീയ ജീവിതമാണ്. It is not a social living, it is a spiritual living for the living hope. ഒരു സാമൂഹിക ജീവിതമല്ല, ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി ആത്മീയമായി ജീവിക്കേണ്ട കാര്യമാണ്. Church is only built and made only for that purpose. ആ ദൈവസഭ എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രമുള്ളതാണ്, അതിന്മേലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. Jesus has called us not for anything on this world, He has called us for a living hope which is outside this earth. യേശു കർത്താവ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിനുള്ള എന്തിനു വേണ്ടി മറിച്ച് ആ കാര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ ലോകത്തിന് അപ്പുറമായുള്ള ജീവനുള്ള പ്രത്യാശയ്ക്കായി. So that is the reason why these teachings are not acceptable to many people. അതുകൊണ്ടാണ് ഈ ഒരു പഠിപ്പുകളിലൊക്കെയും അനേകർക്കും ഇന്നും അത് സ്വീകാര്യമല്ലാതിരിക്കുന്നത്. It is very much evident and especially even among the mature Christians this is coming in. ഇത് വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു, പ്രത്യേകിച്ച് പക്വത പ്രാപിച്ച ക്രിസ്ത്യാനികളുടെ ഇടയിലും അത് വ്യക്തമായി കാണുവാനിടയാകുന്നുണ്ട്. So it is something where God wants in the end days this will be all happening. It is nothing new. ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നുള്ളൊരു കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. At the same time we need to speak the truth. അതോടൊപ്പം തന്നെ ഈ സത്യം നാം സംസാരിക്കുവാനിടയാകും. I want all of us to have that right spirit in our heart. Otherwise the spirit is not right, the word will judge us. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ശരിയായ ആത്മാവ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കുവാൻ തൊക്കണം ഇടയാകണം. നമുക്ക് ആ ശരിയായിട്ടുള്ള ആത്മാവ് ഇല്ലെങ്കിൽ അത് നമ്മളെ വിധിക്കുവാൻ തൊക്കണം ഇടയാകും. So be very careful because this is not something we are playing with normal things. It is very serious. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ആയിരിക്കണം. സാധാരണ കളിയായി നമ്മൾ ആരും ചിന്തിക്കരുത്. So if you are not interested, don't disturb anything. നമുക്ക് ഇതിന് താല്പര്യമില്ല എങ്കിൽ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുവാൻ pray to God that God, this word should not judge me. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ ഈ വചനം എന്നെ വിധിക്കുവാൻ ഇടയാകരുത്. That is why I will exhort everyone and warn everyone together that be very serious when we are learning the word of God. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ വാൺ ചെയ്യുന്നു, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി. Afterwards there is no regret, there is no time for regret. അതിനുശേഷം നമുക്ക് റിഗ്രറ്റ് ചെയ്യാനുള്ള സമയമില്ല. So when we are laughing, the laugh should not become a permanent laugh. Remember that what I have said earlier. അതിനെതിരെ നാം ചിരിക്കുമ്പോൾ ആ ചിരി ഒരു പെർമനന്റ് ചിരിയായിട്ട് മാറിപ്പോകുവാൻ ഇടയാകരുത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ lives being happened like that. അങ്ങനെയുള്ള ജീവിതങ്ങളെ കാണുവാൻ ഇടയായിട്ടുണ്ട്. So that is why it is very important. It is very important all throughout India, all throughout every nation, every place God is working, and that is why I reminded that many things God is changing the things around the world is because He wants to make people more perfect and He will literally filter out the things. അതുകൊണ്ടാണ് ഇന്ന് അനേകം രാജ്യങ്ങളിൽ ഇന്ത്യയിലൊക്കെയും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അനേകം കാര്യങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ നിന്ന് ചിലതിനെ പ്രത്യേകം ഫിൽട്ടർ ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിക്കുക. So that is why we are bringing to the context of Christ who has died for us. അതുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തു യേശു. So 1 Peter chapter 1 reminds us that we have all been begotten to a new life, a new born again
for the living hope, and through what? To the resurrection of Jesus Christ from the dead. ആ ഒന്നാമത്തെ അധ്യായം നമ്മൾ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ ആ ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മൾ ഓരോരുത്തരും വീണ്ടും So ജനിക്കപ്പെട്ടിരിക്കുന്നു. our born again experience is linked only with Jesus. ആ നമ്മുടെ വീണ്ടും ജനനത്തിന്റെ അനുഭവം അത് കർത്താവുമായിട്ട് ബന്ധമായിട്ടാണ് കിടക്കുന്നത്. And the three pillars of our faith, one of the most important thing that we should never forget and never turn away is Jesus. He was died, he was buried, and he was resurrected. ഏറ്റവും മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാനമായ തൂണുകൾ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകരുത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. It is not about doing any religious duty about the dying of Jesus, the burial of Jesus, and the resurrection of Jesus. മതപരമായി എന്തെങ്കിലും പ്രത്യേകമായ കർത്തവ്യങ്ങൾ ചെയ്യുന്നതല്ല, കർത്താവ് മരിക്കുന്നതും കർത്താവ് അടക്കപ്പെടുന്നതും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതും. That is why today I was talking to our Nepal people that they are more eager to celebrate the Good Friday and Easter, but these are religious duties. അതാണ് ഇന്ന് നേപ്പാളിലുള്ള സഹോദരങ്ങളോട് സംസാരിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അവർ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററൊക്കെയും അതൊക്കെ ആഘോഷിക്കാൻ വളരെ തൽപരരായിരിക്കുന്നു. But that is not the crux. The important thing is the dying of Jesus Christ, the death of Jesus, the burial of Jesus, and the resurrection of Jesus is far more beyond that. അതൊക്കെയും അത് ഒരു മതപരമായ കാര്യമാണ്. പക്ഷെ അതിലൊക്കെയും അപ്പുറമായിട്ടുള്ള കാര്യമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. So when Jesus died, we are dying with Christ. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നാമും കർത്താവിനോട് കൂടെ ചേർന്ന് മരിക്കപ്പെടുകയാണ്. That is why Paul says that I die daily. It is not a one time affair, it is a daily affair. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ദിവസേന മരിക്കുന്നത്. ഒരു ദിവസം മാത്രം സംഭവിക്കുന്ന ഓരോ ദിവസം സംഭവിക്കുന്ന കാര്യമാണ്. How does it implement in our life? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്? That is why we have to come to the importance of the pillars of the faith that is written in the scripture, and this needs to become practical in our life. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ തൂണുകളിലേക്ക് നാം കടന്നു വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകണം. Unless I do not die daily to my flesh, I will not be having the life that Jesus is living. നാം നമ്മുടെ ജീവിതത്തിൽ നാം ജഡത്തിൽ മരിക്കാത്തിടത്തോളം കാലം, ഓരോ ദിവസവും മരിക്കാത്തിടത്തോളം കാലം ആ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ കാണുകയില്ല. So because of the resurrection of Jesus Christ, യേശു കർത്താവിന്റെ ആ പുനരുദ്ധാനം മുഖാന്തരം we also have a resurrected life. നമുക്ക് ഓരോരുത്തർക്കും പുനരുദ്ധാനമായ ഒരു ജീവിതമുണ്ട്. And that resurrection life is always leading into newness of life. ആ പുനരുദ്ധാന ജീവൻ എന്ന് പറയുന്നത് അത് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. So as 1 Corinthians says that we are growing from glory to glory as we see more and more of him. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ പറഞ്ഞത് നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ കർത്താവിനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. And Paul says very clearly there are three things that he is very eager. One is to know him and the power of his resurrection, and the sufferings and the partaking of his suffering. അതുകൊണ്ടാണ് പൗലോസ് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, കർത്താവിനെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിയായി തീരണമെന്ന്. So today we are talking about again one of the important thing, that what is the purpose of God and what is God's will in our life. ഈ രാത്രി കാലം വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? Purpose of God and the will of God. ആ ദൈവത്തിന്റെ ഉദ്ദേശം, നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശം എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? Last week we talked about being submissive. കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ ചിന്തിച്ചത് കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. And we talked about that this is for the Lord's sake. ഇത് കർത്താവിൻ നിമിത്തമാണ് നാം ചെയ്യേണ്ടത്. All that we are living and doing is for the Lord's sake. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ നിമിത്തം ചെയ്യണമെന്ന് ചിന്തിച്ചു. Everything in my life, it is only to see that whether I am doing it for the Lord. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ കർത്താവിൻ നിമിത്തമാണോ ചെയ്യേണ്ടത്, കർത്താവിന് വേണ്ടിയാണോ ചെയ്യുന്നത്. That is why it is important that Christians should not abuse our own bodies and life, because our body is also Christ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് തന്നെ അതിനെ ശകാരിക്കുവാനോ അല്ലെങ്കിൽ ചീത്ത പറയുവാനോ ഇടയാകരുത്. നമ്മുടെ എല്ലാ ശരീരങ്ങളും കർത്താവിന് വേണ്ടിയുള്ളതാണ്. So everything that we do, everything that we react or act, everything is for the Lord. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രക്രിയകളും അത് കർത്താവിൻ നിമിത്തം കർത്താവിന് വേണ്ടിയുള്ളതാണ്. So today again we are going to talk about God's will for us, but it is something very important, and it is different to what we are talking about. ഈ രാത്രി കാലം ചിന്തിക്കുവാൻ പോകുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തെ ഇഷ്ടത്തെ കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി വ്യത്യസ്തമായ ഒരു കാര്യമായിരിക്കും. So we will continue to read our passage. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തെ തുടർമാനമായിട്ട് വായിക്കാം. So continuation of what Peter is talking about being submissive. കീഴടങ്ങിയിരിക്കണം എന്നുള്ള കാര്യത്തിന്റെ തുടർമാനമായിട്ട്, and then he says that all
these things that you are subjected to, these are the forms of suffering that you need to endure. നിങ്ങൾ കീഴടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ കഷ്ടങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. And we need to be enduring those suffering. ആ കഷ്ടങ്ങളിലൊക്കെ നാം സഹിച്ചു നിൽക്കുവാൻ തക്കണമിടയാകണം. This is for people who are subjected to people who are rude, very harsh masters and very difficult people. അവിടെ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള യജമാനന്മാർക്ക് അധികാരസ്ഥന്മാർക്ക് കീഴടങ്ങി പോകുന്ന അങ്ങനെയുള്ള ആളുകളോടാണ് പത്രോസ് ഈ കാര്യങ്ങൾ പറയുന്നത്. So while he is speaking, he is talking in general now about the suffering. ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ ഇപ്പോൾ പൊതുവായിട്ട് പത്രോസ് ചില കാര്യങ്ങൾ പറയുകയാണ് കഷ്ടാനുഭവങ്ങളെ കുറിച്ച്. Because chapter 1 and 2 is being building upon the holiness that we have to grow in the Lord. അതിന്റെ 1ഉം 2ഉം അധ്യായങ്ങൾ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ പണിതു വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. So because we are a chosen generation and peculiar people, his own special people, നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവുമായതുകൊണ്ട് we have to proclaim his praises. നമ്മൾ എല്ലാവരും കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. Our life should portray and proclaim his praises. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ അത് വെളിവാകുവാൻ So that is why he is saying that you submissive to all authorities. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ സകല അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. But now there is an important point here. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. There is a suffering that is important for us. ഒരു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. This suffering to the world, it is a different subject. ഈ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തിന് അത് വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആണ്. That is why Christians also think that why should suffering come to us? അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് കഷ്ടങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. We also in many circumstances we ask the question, why God to me? അതുകൊണ്ടാണ് അനേകം സാഹചര്യങ്ങളിൽ നമ്മളും കർത്താവിനോട് ചോദിക്കുന്ന കർത്താവ് എന്തിനു വേണ്ടിയാണ് എനിക്കിത് കടന്നു വരുന്നത്. Sometimes we ask the question, Lord, why me? ഒരുപക്ഷേ കർത്താവ് ചില സാഹചര്യങ്ങളിൽ നാം കർത്താവിനോട് ചോദിക്കും കർത്താവ് എന്തുകൊണ്ട് ഞാൻ? Or why the people of God has to suffer? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവജന കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടത്? Why people who are following Jesus have to suffer? എന്തുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കുന്ന ജനങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടത്? The big question that is there, where is God when we are in suffering, in pain? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദൈവത്തിന്റെ ജനങ്ങൾ കഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എവിടെയാണ്? These things are natural because we are the human nature. ഇതൊക്കെ സ്വാഭാവികമായ ചോദ്യങ്ങളാണ്, കാരണം നാം ഓരോരുത്തരും മനുഷ്യരുള്ള മാനുഷിക പ്രകൃതമുള്ളത് കൊണ്ട്. But that is why it is difficult for us to fathom, to understand or measure about what this suffering really means in my life. അതുകൊണ്ടാണ് ഈ കഷ്ടാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അതിനെ പലപ്പോഴും അളക്കുവാൻ കഴിയാതെ പോകുന്നത്. So we think that Jesus is a good and loving God. He will never allow any suffering to come to us. യേശു കർത്താവ് വളരെ സ്നേഹിക്കുന്ന കർത്താവാണ്. ഒരു കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അനുവദിക്കുകയില്ല. That is why we always have confusions and we try to deviate from the truth. ഈ ഒരു കാര്യം ഇതുകൊണ്ടാണ് പലപ്പോഴും സംശയങ്ങൾ കടന്നു വരുന്നത്, സത്യത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുവാനുള്ള കാര്യം വരുന്നത്. But very important, the word of God says very clearly. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നത്. So tonight my objective is that as we are looking at Jesus who gave his life for us on the cross, ഈ രാത്രികാലം എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ ജീവിതം തന്നപ്പോൾ God the Father deemed it and considered it as a perfect way of his son going through suffering. പിതാവായ ദൈവം തന്റെ പുത്രൻ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ഏറ്റവും യുക്തമെന്ന് തോന്നുവാൻ തക്കണമിടയായി തീർന്നു. For whom everything was made, and for his purpose all things that was made, he made his son to go through suffering. അവന് വേണ്ടി സകല കാര്യങ്ങളും ഉളവാക്കുവാൻ തക്കണമിടയായി തീർന്നു. തന്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ പിതാവായ ദൈവം അനുവദിച്ചു. Because it was fit, കാരണം അത് യുക്തമെന്ന് തോന്നി, that he can be the leader of many people who are going to be saved. അനേക പേരെ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് അതിന്റെ രക്ഷാ നായകനായി തീരണമെന്ന് പിതാവ്. One of the most important thing which is written there is saying to bring many sons to glory. അവിടെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന്. So God has already decided that this is what the plan is. ദൈവം നേരത്തെ തന്നെ തീരുമാനിക്കുവാൻ തക്കണമിടയായി തീർന്നു. ഇതാണ് ദൈവിക പദ്ധതി. So now let's read the word of God and we come to that. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം വായിച്ച് നമുക്ക് കടന്നു വരാം. Whatever I said, we'll come into the details again. ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചിന്തിക്കാം. So let's begin by reading the passage. നമുക്ക് ദൈവവചനം വായിച്ചുകൊണ്ട് തുടങ്ങാം. 1 Peter chapter 2. പത്രോസ് 2-ാം അധ്യായം. We read from verse 20 onwards so that we can come to verse up till the end of the chapter. അതിന്റെ 20-ാം വാക്യം തൊട്ട് 25-ാം വാക്യം വരെ. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്ന സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ?
അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഒഴുകുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. For what credit is it if, when you are beaten for your faults, you take it patiently? But when you do good and suffer, if you take it patiently, this is commendable before God. For to this you were called, because Christ also suffered for us, leaving us an example that you should follow his steps, who committed no sin, nor was deceit found in his mouth, who when he was reviled did not revile in return, when he suffered did not threaten, but committed himself to him who judges righteously, who himself bore our sins in his own body on the tree, that we, having died to sins, might live for righteousness, by whose stripes you are healed. For you are like sheep going astray, but now have returned to the sheep and overseer of your souls. So here we can see that Peter is now coming to the crux of the matter. ഇവിടെ നോക്കിയാണെങ്കിൽ പത്രോസ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടന്നു വരുന്നു. He brings about how we need to live in this world, ഈ ലോകത്തിൽ എങ്ങനെ നാം ജീവിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പത്രോസ് so ചൂണ്ടിക്കാണിക്കുന്നു. that we can be very clear about the purpose of our life, അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. where we have to spend more time to focus to bring our life into that standard. ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കടന്നു വരുവാൻ നാം എവിടെയാണ് നമ്മുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്യേണ്ടത്? So here we come to that point where all the suffering that God allows in our life, ഇവിടെ നോക്കിയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും അതിനെ and ചൂണ്ടിക്കാണിക്കുന്നു. first of all the suffering is something where it says that you are not the fault, you are not really required to be suffered, but you are suffering. ആ കഷ്ടമെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരായിട്ട് ഇരുന്നിട്ട് കഷ്ടം അനുഭവിക്കുന്ന ഒരു കാര്യമല്ല. So these things Peter is talking about. At the same time is bringing a very common topic of suffering. ഈ കാര്യങ്ങളൊക്കെയും പത്രോസ് സംസാരിക്കുമ്പോൾ വളരെ പൊതുവായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പത്രോസ് അവിടെ പറയുന്നു. So even though it begins by wrongfully suffering, ആ തെറ്റായിട്ട് കഷ്ടങ്ങളിലൂടെ ഒരു തെറ്റും ചെയ്യാതെ കാരണവുമില്ലാതെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് here the word of God is trying to tell us that we have to endure every grief and suffering. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കഷ്ടങ്ങളും ദുഃഖങ്ങളും നാം സഹിക്കുവാനിടയാകണം. Suffering can be in various ways and various methods. ആ കഷ്ടത നോക്കുകയാണെങ്കിൽ പല മുഖാന്തരങ്ങളിലൂടെ പല വഴികളിലൂടെ ഉണ്ടാകും. In chapter 1 itself we have talked about this. അതിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ നാം ഇതിനെക്കുറിച്ച് സംസാരിച്ചു. Number 1, about any troubles in our life, this is necessary for us. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ട്രബിളുകളും അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നു. Second thing is, it says that you will be faced with various troubles, not one or two types, different various troubles. അവിടെ പറയുന്നത് നാനാ പരീക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും. And thirdly it says that this is to make us more and more precious for God. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും കർത്താവിന് വളരെ വിലപ്പെട്ടവരായി വിലയുള്ളതായി തീർക്കുവാൻ വേണ്ടിയാണ്. So the foundation is laid by saying this is necessary. അതിന്റെ അടിസ്ഥാനം സ്ഥാപിക്കപ്പെടുന്നത് ഇത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. Something where we need to really believe the truth. ഈ ഒരു സത്യത്തിൽ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കണം. Suffering is necessary. കഷ്ടത എന്ന് പറയുന്നത് So ആവശ്യമായിരിക്കുന്നു. now we'll read verse 21. അതിന്റെ 21-ാം വാക്യം And വായിക്കാം. then we'll go into that. അതിനെ മുൻപോട്ട് പോകാം. For this you were called. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. For what? എന്തിനു വേണ്ടി? For suffering. കഷ്ടം അനുഭവിക്കുവാൻ. For this, to this you were called. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. So this is very clear in the word of God. ഇത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമാണ്. Read that verse 21, first part. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടല്ലോ എന്തോത്തിനായിട്ടാ? കഷ്ടങ്ങൾ സഹിക്കാൻ. For suffering. For this you were called. So this is again coming to the most important theological subject called calling. വിളിയോടുള്ള ബന്ധത്തിൽ ആ തിയോളജിക്കൽ ആയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഇത് പറയുന്നത്. We all believe, yes, we are called by God. നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ദൈവത്താൽ നാം വിളിക്കപ്പെട്ടവരാണ്. In the word of God we can see that God
is calling everyone, the Jews, the Greeks, the Gentiles, the barbarians, everyone. But there are few who are called and chosen to be elected. ആ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ദൈവം എല്ലാവരും വിളിക്കുന്നു, യഹൂദന്മാരെയും യവനന്മാരെയും ബർബരന്മാരെയും എല്ലാ ജനങ്ങളെയും വിളിക്കുന്നു. പക്ഷേ അതോടൊപ്പം കാണുന്നത് ചിലരെ മാത്രമേ തിരഞ്ഞെടുപ്പുള്ള ബന്ധത്തിൽ കാണുന്നുള്ളൂ. So when we talk about our calling, നമ്മുടെ ജില്ലയോടുള്ള ബന്ധത്തിൽ നാം when ചിന്തിക്കുമ്പോൾ the word of God filters out those who are called, ആ വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് അതിനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ, because Corinthians talks about preaching to all, but to the called there is a different word. ആ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നത് എല്ലാവരോടും പ്രസംഗിക്കപ്പെടുന്നു, പക്ഷെ വിളിയോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേകത. So we know that and we believe that we are called out of this world. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്. By the grace of God we are saved. ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. Now this is the calling that we all believe and we all are happy with that. ഈ ഒരു വിളിയാണ് നമ്മൾ എല്ലാം വിശ്വസിക്കുന്നത്, അതിൽ നാം സന്തോഷിക്കുന്നത്. But now there is one more calling. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വിളി കൂടെ ഇവിടെ കാണുവാൻ കഴിയുന്നു. You are called for what? എന്തിനു വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്? Not only for salvation, രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. that is praise God. അതിന് ദൈവത്തിന് നന്ദി പറയാം. That is the grace of God that we have received, the grace of God to be saved. ആ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയാണ്. But at the same time, പക്ഷെ അതോടൊപ്പം തന്നെ word of God says very clearly ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, that you are called for what? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? This is another thing. This is not about salvation. It is you are called also for suffering. ഇത് രക്ഷയുള്ള ബന്ധത്തിലല്ല, ഇത് വേറൊരു കാര്യമാണ്. എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു? കഷ്ടം അനുഭവിക്കുവാൻ. So if we are so excited and happy with the calling of God towards salvation, we should have the same view and the same mind towards this topic also. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിളിയെ കുറിച്ച് നാം അഭിനന്ദിക്കുന്നവരും ആനന്ദിക്കുന്നവരാണെങ്കിൽ അതേ മനോഭാവം തന്നെ കഷ്ടം അനുഭവിക്കുന്നുള്ള ബന്ധത്തിലുള്ള നമ്മുടെ വിളിയെ കുറിച്ച് നമുക്ക് അതേ അഭിമാനവും ആനന്ദവും ഉണ്ടാകണം. So that is why we have to say that this is a calling by God to all of us. അതുകൊണ്ടാണ് നാം വിശ്വസിക്കേണ്ടത് നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിന്റെ ഒരു വിളിയാണിത്. That is, if this foundation is strongly built, we will never falter. നമ്മുടെ അടിസ്ഥാനം വളരെ ശക്തമായി പണിയുന്നുവെങ്കിൽ ഒരിക്കലും നാം തെറ്റിപ്പോകത്തില്ല. When Jesus talked about the parable of the sowing of the seed, ആ യേശു കർത്താവ് വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമ പറയുമ്പോൾ, if you remember, the second illustration is about the seed which falls on the stony ground. ആ രണ്ടാമത്തെ ആ വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉദാഹരണം പറയുന്നത് പാറമേൽ വീഴുന്ന വിത്തിനെ കുറിച്ചാണ്. So what is written there? അവിടെ എന്താണ് പറയുന്നത്? When they hear the word of God, അവർ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ they become very joyful immediately. അവർ ഉടനെ വളരെ സന്തോഷം ഉണ്ടാകുന്നു. But then what happens? അതിനുശേഷം എന്ത് We can സംഭവിക്കും? read that in Matthew chapter 13. മത്തായി സുവിശേഷം 13-ാം അധ്യായം. If you can take that passage from that chapter. What is that verse? Verse 20. അതിന്റെ 20-ാം വാക്യം. So here we see the second illustration, the CR. But he who receives the seed on stony places, He who receives the seed on stony places, this is he who hears the word, this is he who hears the word, immediately immediately receives it with joy, receives with joy, yet he has no root in himself, but endures only for a while. but endures only for a while. Now where is that derailment? The derailment begins where? Read. For when tribulation or persecution When tribulation or persecution arises because of the word, immediately he stumbles. Immediately what happens? He stumbles. പാറസ്ഥലത്ത് വിധിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നുവെങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. എവിടെയാണ് ആ തെറ്റിപ്പോകുന്ന അവസ്ഥ കാണുവാൻ കഴിയുന്നത്? അടുത്ത വാക്യം, വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. So here we can see why Jesus is saying about this person, the kind of person whose seed falls on stony ground. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഉദാഹരണമായിട്ട് പറയുന്നത്? പാറമേൽ വിതയ്ക്കപ്പെട്ട. There is no problem in that person because he is very joyful to receive the word. ആ വ്യക്തിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, വചനത്തെ വളരെ സന്തോഷത്തോടെയാണ് കൈക്കൊള്ളുന്നത്. So it is so good that he is so joyfully receiving the word. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നു. But the word says there, it only endures for a while. പക്ഷെ അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അത് കുറച്ച് നാളത്തെ ക്ഷണികമായ സമയത്തേക്ക് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. Now where does it derail? എവിടെയാണ് അത് തെറ്റിപ്പോകുന്നത്? The life goes very smooth. ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് മുൻപോട്ട് But there is a derailment. പക്ഷെ അവിടെ ഒരു തെറ്റിപ്പോകുന്ന അവസ്ഥ It വരുന്നു. is caused by
persecutions and trials and tribulations. അവിടെ ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിന് നേരെ കടന്നു And he വരുമ്പോൾ says that suddenly what happens? പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു? He stumbles. ക്ഷണത്തിൽ In ഇടറിപ്പോകുന്നു. another passage, translation says as he gets offended. ആ ചില ട്രാൻസ്ലേഷൻ കാരണം അവന് ഇടർച്ചയുണ്ടാകുന്നു. So he becomes stumble and he offended because some trouble came in his life. തന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും കടന്നു വരുമ്പോൾ അവൻ ഇടറിപ്പോകുന്നു, അവൻ ഇടർച്ചയുണ്ടാകുന്നു. So that is why we have to know that when God says that you were called for suffering, അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ വിളിച്ചിരിക്കുന്നത് കഷ്ടം അനുഭവിക്കുവാൻ if വേണ്ടിയാണ്. the seed of the word of God is very rooted in our life, ദൈവത്തിന്റെ വചനം വളരെ ആഴത്തിൽ വേരിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ let it not be on the stony ground. അതൊരിക്കലും പാറസ്ഥലത്ത് നിൽക്കുന്നതായിട്ടല്ല. Let it be very deep inside, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് because the suffering is inevitable. ഈ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. So let us really be wise to never think that suffering can be permanently stopped. It is inevitable. അതുകൊണ്ട് ഒരിക്കലും നാം ബുദ്ധിയില്ലാത്തവരായി തീരരുത്. നമ്മൾ ബുദ്ധിയോടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത I കാര്യമാണ്. don't think we have any doubt because we have studied this passage. നമുക്ക് ആർക്കും ഒരു സംശയമുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ഈ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. So now what we are saying is making very clear that it is a call of God for us to suffer. അതുകൊണ്ട് ഇപ്പോൾ നാം എന്താണ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്, നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിളിയാണിത്. Whether we are happy or not happy, we have to receive it with joy. നാം സന്തോഷമുള്ളവരാണോ അത് ദുഃഖിക്കുന്നവരാണോ, പക്ഷേ അത് നാം സന്തോഷത്തോടെ If you സ്വീകരിക്കുന്നവരായിരിക്കും. have received salvation joyfully, you have to receive this also joyfully. ആ രക്ഷയുടെ അനുഭവം നാം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ ഈ ഒരു വിളിയെയും നാം സന്തോഷത്തോടെ That is സ്വീകരിക്കണം. why I said that it is something different. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. Because when we are in this world, it becomes very difficult for us to grasp this. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ കാര്യത്തെ മനസ്സിലാക്കുവാൻ കുറച്ച് പ്രയാസമുണ്ട്. We expect the good God to be always good to us. നല്ലവനായ ദൈവത്തിൽ നിന്ന് നല്ല കാര്യങ്ങളാണ് നാം എപ്പോഴും But we പ്രതീക്ഷിക്കുന്നത്. do not consider suffering as good. ആ എപ്പോഴും കഷ്ടത എന്ന് പറയുന്നത് നല്ലതായിട്ട് നാം കണക്കാക്കുന്നില്ല. Just like the world does not consider black and white in the right way. They consider black as bad omen and white as good omen. You can't change that. ആ ഈ ലോകം ചിന്തിക്കുന്നത് പോലെ ബ്ലാക്കിനെയും വൈറ്റിനെയും ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ലാത്തതായും വൈറ്റിനെ അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് ലോകം ചിന്തിക്കുന്നത് പോലെ. The color for peace is what? White. സമാധാനത്തിലുള്ള നിറം എന്താണ്? അത് വെള്ളയാണ്. So can you make black to be a peace symbol? You can't make because the world system is made like ആ that. കറുത്ത നിറം സമാധാനത്തിലുള്ള ചിഹ്നമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ ലോകത്തിന്റെ സിസ്റ്റം You അങ്ങനെയുള്ളതല്ല. cannot eradicate racism. ഒരിക്കലും റേസിസത്തിനെ ഒഴിച്ചു മാറ്റുവാൻ You cannot change പറ്റില്ല. that. അതൊരിക്കലും മാറ്റിക്കളയാൻ പറ്റത്തില്ല. But word of God is truth. The good has to be treated as good. ആ ദൈവത്തിന്റെ വചനം സത്യമാണ്, അത് നല്ലതായിട്ട് തന്നെ നാം സ്വീകരിക്കുന്ന. So now when we read Hebrews chapter 2 verse 10, എബ്രായർ ലേഖനം 2-ാം വാക്യം വായിക്കുമ്പോൾ earlier I explained that same thing, that God the Father has considered it as a fit. ആ പിതാവായ ദൈവം ആ യുക്തമെന്ന് തനിക്ക് തോന്നി. So let's read that. അതിന്റെ 2-ാം വാക്യം വായിക്കാം. For it was fitting for him, for whom are all things, and by whom are all things, in bringing many sons to glory. So there are two important things. So please note that God said it is fit for two purposes. Yeah. For whom are all things, and by whom are all things, in bringing many sons to glory. In bringing not one or two, many sons to glory, To make the captain of their salvation, to make the captain of all the sons' salvation perfect through suffering. perfect through what? Through sufferings. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണുന്നു. അവിടെ സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. So God has determined that suffering is the path for perfection. ആ ദൈവം തന്നെ തീരുമാനിക്കുവാൻ ഇടയായി തീർന്നത് ആ തികഞ്ഞവനാക്കുന്നതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കഷ്ടാനുഭവമാണ്. So we have to answer two questions. രണ്ട് ചോദ്യത്തിന് നാം ഉത്തരം What is the path to glory? എന്തിനാണ് തേജസ്സിലേക്കുള്ള വഴി? എന്താണ്? Suffering. അത് കഷ്ടമാണ്. What is the path to perfection? തികഞ്ഞവനാക്കുന്നതിലേക്കുള്ള വഴി എന്താണ്?
suffering. അതും കഷ്ടാനുഭവമാണ്. What did Jesus do? യേശു കർത്താവ് എന്താണ് ചെയ്തത്? So the God the Father sent his Son. പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചത്. The Son received the command of God. ആ പിതാവായ ദൈവത്തിന്റെ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് And he was ready to offer himself. തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പുത്രൻ Take തയ്യാറായിരുന്നു. the suffering that God allowed. ആ പിതാവായ ദൈവം തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ കഷ്ടത ഏറ്റെടുത്തുകൊണ്ട് Why? Because he came as a man. ഈ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു He വന്നു. took the nature of all of us. നമ്മളുടേതായ എല്ലാ പ്രകൃതങ്ങളും തന്നെ മേൽ ഏറ്റെടുത്തു. Jesus had to undergo all the suffering. എല്ലാ കഷ്ടാനുഭവങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നു പോകേണ്ടി വന്നു. Understand this. ഈ കാര്യം മനസ്സിലാക്കണം. Jesus is perfect morally and spiritually, no doubt. യേശു കർത്താവ് മോറലിയും ആത്മീയമായിട്ട് സ്പിരിച്വൽ കറക്റ്റ് ആയിരുന്നു. No doubt. അതിൽ യാതൊരു He സംശയവുമില്ല. did not commit a single sin. യേശു കർത്താവ് ഒരു പാവം പോലും ചെയ്തിട്ടില്ല. There was no deceit and guile in his mouth. തന്റെ വായിൽ ഒരു വഞ്ചനയും ഒരു ചതിയും He ഇല്ലായിരുന്നു. did not revile anyone. തന്നെ ശകാരിക്കുന്നവരോട് താൻ തിരിച്ചു ശകാരിച്ചില്ല. There was not a single fault found in Jesus. യേശു കർത്താവിൽ ഒരു തെറ്റ് പോലും കണ്ടില്ല. Nowadays there is a big debates going on. The challenge is that any person you take Jesus and compare with any person, anybody who claims to be God, you will not find anyone, only Jesus as the perfect man, morally, spiritually perfect. ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ ഏത് മനുഷ്യരെയും എടുത്ത് കർത്താവ് യേശുവിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യേശു കർത്താവിൽ മാത്രമേ ഒരു പാപവും ഒരു വഞ്ചനയും ഒരു തെറ്റും ഇല്ലാത്തതായി കാണപ്പെടുവാൻ കഴിയുകയുള്ളൂ. But remember one thing. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, Jesus is perfect. യേശു കർത്താവ് തികഞ്ഞവനായിരുന്നു. Morally and spiritually is perfect. We don't have any doubt. മോറലി സ്പിരിച്വലായി യേശു കർത്താവ് തികഞ്ഞവനായിരുന്നു. ഒരു But സംശയവുമില്ല. പക്ഷേ എന്നിട്ട് the perfection is still required. തികഞ്ഞവനാകുന്ന അനുഭവം പിന്നെയും ആവശ്യമായിരുന്നു. And that perfection is what? ആ തികഞ്ഞ അനുഭവം എന്തായിരുന്നു? Jesus has to go through all the suffering of human mankind. ആ മനുഷ്യവർഗത്തിന്റെ എല്ലാ കഷ്ടാനുഭവങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നു He പോയി. has to go to all the pains. എല്ലാ വേദനകളുടെയും യേശു കർത്താവ് കടന്നു He പോയി. has to go through all the pains of his life. തന്റെ ജീവിതത്തിന്റേതായ എല്ലാ വേദനയുടെ അനുഭവങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നു പോകേണ്ടി. He has to go through the pain of what is real pain. എന്താണ് യഥാർത്ഥമായ വേദന? വേദനയിലൂടെ യേശു കർത്താവ് കടന്നു പോകേണ്ടിയിരുന്നു. Even though he did not commit any sin. ഒരു പാപവും ചെയ്യാതിരുന്നിട്ട് Jesus was hated by his own house. തന്റെ സ്വന്തം ഭവനക്കാരാൽ യേശു കർത്താവ് ത്യജിക്കപ്പെട്ടു. Why he had to suffer that? കാരണം ഈ കഷ്ടാനുഭവങ്ങൾ കടന്നു പോകണം. He had to suffer the hits from his brothers. That means they were opposing him. ആ തന്റെ സഹോദരന്മാരാൽ താൻ എതിർക്കപ്പെടുവാൻ ഗുണമിടയായി തീർന്നു. He was subjected to abuse by people in different ways. ആ മറ്റുള്ള ആളുകളാൽ പല രീതികളിൽ യേശു കർത്താവ് ദുഷിക്കപ്പെടുവാനിടയായി His തീർന്നു. own people deserted him, own people betrayed him. ആ തന്റെ സ്വന്തമായവർ തന്നെ തള്ളി പറയുവാൻ കാണിച്ചു കൊടുക്കുവാനും ഇടയായി തീർന്നു. Many people had tried to stone him to death. അനേക പ്രാവശ്യം അനേകർ കല്ലെടുത്തെറിയുവാൻ കൊല്ലുവാൻ വേണ്ടി കല്ലെടുത്തെറിയുവാൻ ഇടയായി And തീർന്നു. finally we can see that he had to go through every pain, every sorrow. ഏറ്റവും അവസാനമായി കാണുന്നത് എല്ലാ ദുഃഖങ്ങളിലൂടെയും എല്ലാ വേദനകളിലൂടെയും കടന്നു പോകേണ്ടി Why did he have to go through hunger? എന്തുകൊണ്ടാണ് വിശപ്പിലൂടെ യേശു കർത്താവ് Why did he have to go to the thirst? എന്തുകൊണ്ടാണ് ദാഹത്തിന്റെ അനുഭവം യേശു കർത്താവിനെ Because കണ്ടത്? he took the nature of man. കാരണം മാനവരാശിയുടെ Jesus has to go through all the suffering that man will have. ആ മനുഷ്യവർഗത്തിന്റെ എല്ലാ വേദനയും കഷ്ടാനുഭവങ്ങളുടെയും യേശു കർത്താവ് കടന്നു പോകേണ്ടിയിരുന്നു. Then only he can be the perfect leader for our salvation. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ രക്ഷാ നായകനായി തികഞ്ഞവനാകുവാൻ Not കഴിയുകയുള്ളൂ. only by becoming a perfect in his moral or spiritual life, ഒരു മോറലായും സ്പിരിച്വലായിട്ടും തന്റെ ജീവിതത്തിൽ മാത്രമല്ല, but he has to undergo the suffering, and through sufferings he was made താൻ perfect. കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ആ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി താൻ തികഞ്ഞവനായി That തീരണമായിരുന്നു. is the reason. Why the reason? To bring many sons to glory. എന്തിനു വേണ്ടിയായിരുന്നു? അതിനുള്ള കാരണം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് We all നടത്തുക. know the death of Jesus. നമുക്ക് എല്ലാവർക്കും യേശു കർത്താവിന്റെ മരണത്തെ അറിയാം. He was humiliated. He was completely destroyed. But that humiliation and that suffering made him to glory, and he became the most glorious person. ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ടു, ഏറ്റവും അധികം കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ആ നിന്ദയും കഷ്ടതയും ഒക്കെയും തന്നെ ഏറ്റവും വലിയ തേജസ്സിലേക്ക് താൻ How did നയിക്കപ്പെട്ടു. Jesus gain the name
that is above all names, because he went through all the sufferings and he was obedient till the end. എങ്ങനെയാണ് യേശു കർത്താവ് സകല നാമത്തിന് മേലായ നാമം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? കാരണം താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളിലൊടുക്കുകയും താൻ അനുസരണത്തിൽ He തികഞ്ഞവനായിരുന്നു. took the form of man. താൻ മനുഷ്യവർഗത്തിന് അവേശമെടുത്തു. He left off all the privileges that he had. തനിക്കുള്ള സകല മഹിമകളും താൻ വേണ്ടെന്ന് വെച്ചു. At the time of suffering, he could have escaped all the sufferings, yet he did not do that. ആ തന്റെ സകല കഷ്ടാനുഭവങ്ങളിലൂടെയും യേശു കർത്താവിന് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷെ അതൊന്നും ഒഴിഞ്ഞു മാറാതെ അതൊക്കെയും ഏറ്റെടുത്തു. That is why Hebrews chapter 5 verse 8, we can read that. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 5-8 വാക്യം. Though he was a Though he was a son, son, yet he learned obedience yet he learned obedience by the things which he suffered. by the things which he suffered. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. Praise the Lord. So how Jesus became the perfect leader for us? എങ്ങനെയാണ് യേശു കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരു തികഞ്ഞവനായ രക്ഷാനായകനായി In തീർന്നത്? all the other things, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും there is one important thing: suffering. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം So കഷ്ടാനുഭവം. now coming to Peter, we say that for you are called for what? Suffering. ഇപ്പോൾ പത്രോസിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസോട് പറയുന്നത് നിങ്ങൾ അതിനായിട്ടാണ് നിങ്ങളെ Now വിളിച്ചത്. read verse 21, 1 Peter chapter 2 verse 21. 1 പത്രോസ് 2:21 വാക്യം വായിക്കാം. To this you were called, For to this, what is to this? Suffering you were called. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Read further. because Christ suffered for you, Because Christ suffered for you, leaving you an example leaving you an example that you should follow in his steps. that you should follow in his steps. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചകളിൽ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. Praise the Lord. In my youth, I think after that also, I always used to have a question: why, if Christ has suffered and did everything for us on the cross, why should we go through? എന്റെ യൗവനത്തിലുണ്ടായിരുന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, അതിനുശേഷവും ഉണ്ടായിരുന്നു. ക്രിസ്തു സകലവും കഷ്ടാനുഭവം സഹിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ എന്തിനു വേണ്ടിയാണ് ആ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു So പോകേണ്ടത്? I was thinking that people are trying to make ourselves to be very to induce suffering, to prove that we are suffering with Christ. Why should we do that? ഞാൻ ചിന്തിച്ചിരുന്നത് ആളുകളൊക്കെയും ആ കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന കാര്യം തെളിയിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. So they are saying that I will suffer, I will do this, I will do that, so the suffering can be there. ഞാൻ കഷ്ടം അനുഭവിക്കും, ഈ കാര്യം ചെയ്യും, ഈ കഷ്ടാനുഭവങ്ങളൊക്കെയും സഹിക്കുവാൻ തയ്യാറാണെന്ന്. But then through the scripture, it's very clear. പക്ഷേ വചനത്തിലൂടെ വളരെ വ്യക്തമായിരിക്കുന്നു. Jesus suffered for us on the cross, ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കഷ്ടം അനുഭവിച്ചു. and that He set an example for us to follow. അത് നമ്മൾ ഓരോരുത്തരും പിന്തുടരുവാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായിരുന്നു. This verse 21 is very clear. ഈ 21 വാക്യം വളരെ വ്യക്തമാണ്. Number 1, ഒന്നാമത്തെ കാര്യം, we are called for what? I'm not talking about salvation. That doctrine is different, that theology is different, which is perfectly fine. Now we are talking about a second theology. What is this? You are called for suffering. നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. So suffering is a calling. ആ കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയുള്ള വിളി എന്ന് പറയുന്നത് അതൊരു വിളിയാണ്. And this is applicable for all those who are called. അത് വിളിക്കപ്പെട്ട എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. So now it says, for Christ also suffered for us, Leaving us as an example leaving us as an example that you should follow his that you should follow his steps. steps. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടിൽ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. So Christ was called to suffer. ക്രിസ്തു കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി We വിളിക്കപ്പെട്ടു. are also called to suffer. നമ്മൾ കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി Christ വിളിക്കപ്പെട്ടു. came for what? ക്രിസ്തു എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത്? To give his life for many. അനേകർക്ക് വേണ്ടി മറുവിലയായി തന്റെ ജീവനെ കൊടുക്കുവാൻ What is വേണ്ടിയാണ്. our purpose? നമ്മുടെ ഉദ്ദേശം എന്താണ്? Our purpose is to suffer. നമ്മുടെ ഉദ്ദേശവും കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. For whom? ആർക്ക് വേണ്ടി?
for many. അനേകർക്ക് വേണ്ടിയിട്ട്. We suffer when we go through suffering. നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് നമ്മൾ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകും. I have understood this principle like this. ഈ ഉപദേശത്തെ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. Why God allows some sickness to come in our life? എന്തുകൊണ്ടാണ് ചില രോഗത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ Why ദൈവം അനുവദിക്കുന്നത്? God allows some pain to come in our നമ്മുടെ life? ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വേദന വരുവാൻ ദൈവം അനുവദിക്കുന്നത്? Why some good beautiful people are born disabled? എന്തുകൊണ്ടാണ് വളരെ സുന്ദരന്മാരായിരിക്കുന്ന ആളുകൾ വളരെ ഡിസേബിൾ ആയിട്ട് ജനിക്കുവാൻ Why ഇടയാകുന്നത്? people are born blind but yet God is using them? എങ്ങനെയാണ് അന്ധരായിരിക്കുന്ന ആളുകളെയും ദൈവം ഉപയോഗിക്കുന്നത്? The answer is that അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. all this God has given. എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നു. He has given all these things for His glory. തൻ സകലവും തന്റെ മഹത്വത്തിനായിട്ട് ഇതൊക്കെ നൽകിയിരിക്കുന്നു. So for whom? ആർക്ക് വേണ്ടി? Not only for that person, ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, but for many persons. അനേകർക്ക് വേണ്ടി. Christ died not only for him. കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല. Christ need not die. കർത്താവിന് മരിക്കേണ്ട ആവശ്യമില്ല. Christ need not come and die. കർത്താവ് വന്ന് മരിക്കേണ്ട ആവശ്യമില്ല. There is no wages of sin on Christ. കർത്താവിന് മേൽ പാപത്തിന്റെ ഒരു ശമ്പളവും ഇല്ലായിരുന്നു. But He died on the cross for us. കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. He suffered for us. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. So my dear brothers and sisters, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ when സഹോദരിമാരെ, we undergo any suffering, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകും. remember we are called for that. നമ്മൾ എപ്പോഴും ഓർക്കണം, നാം അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. Second is remember that because Christ also suffered, we also need to follow His suffering. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നാമും ആ മാതൃക തന്നെ പിന്തുടരണം. Christ suffered for others. കർത്താവ് ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത്. We are also undergoing suffering for what? For the goodness of others. നാം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതും അനേകരുടെ നന്മയ്ക്ക് So വേണ്ടിയാണ്. that they can see us. കാരണം അത് മുഖാന്തരം അവർ നമ്മളെ കാണുവാൻ. Because you are a chosen generation. കാരണം നമ്മൾ വിളിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു You are His ജാതിയാണ്. peculiar people. നാം അവന്റെ സ്വന്തം ജനമാണ്. You are His own precious treasure. നമ്മൾ അവന്റെ നമ്മുടെ സ്വന്തം ജനമാണ്. That is why God has appointed you. അതുകൊണ്ടാണ് ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നത്. For some it is it's a very big amount of suffering. ചിലർക്ക് അത് കഷ്ടാനുഭവങ്ങളുടെ വളരെ കൂടുതലായിരിക്കും. But for some it may be different forms of suffering. ചിലർക്ക് വളരെ വ്യത്യസ്തമായ വിവിധ രീതിയിലുള്ള കഷ്ടാനുഭവങ്ങളായിരിക്കും. All things are all ordained by God. എല്ലാ കാര്യങ്ങളും ദൈവത്താൽ We നിയമിക്കപ്പെട്ടിരിക്കുന്നു. need not question God. നാം ദൈവത്തെ ചോദ്യം ചെയ്യേണ്ടത് We need ആവശ്യമില്ല. not worry about what if anything else is saying. വേറെ ആരെങ്കിലും വേറെ നിങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. All things are done by God. എല്ലാ കാര്യങ്ങളും ദൈവത്താൽ Because through this the work of God will be revealed. ഇതിലൂടെയൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് Through this the വരുവാനിടയാകും. work of God will reveal in our lives. നാം ഇതിലൂടെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. Any suffering that comes, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് it is കഷ്ടാനുഭവങ്ങളും for our good or for our profit. നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. It makes us more and more closer to God. അത് നമ്മളെ ദൈവത്തോട് പിന്നെയും പിന്നെയും അടുപ്പിക്കും. It reveals to us what we are weak in. നമ്മൾ ഏതിലാണോ ബലഹീനതായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് It വരും. reveals to us that all that we go through, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും വെളിവാക്കി തരും. we all know from our experiences, നമുക്കെല്ലാം ഈ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ when ഇതൊക്കെ we are അറിയാം. going through very serious suffering in our life. നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തമായ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ During that end of the suffering, we always praise God and we become more closer to God. അതിന്റെയൊക്കെയും ഏറ്റവും അവസാനം നമ്മൾ കർത്താവിനെ ഏറ്റവും അധികം മഹത്വപ്പെടുത്തുവാനിടയായി. We all have experienced that and we know for sure that in the times of no suffering and in the times of suffering, we can see that in the times of suffering we were more thankful to God and became more closer to God. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് അനുഭവിച്ചിരിക്കുന്നതാണ്. കഷ്ടാനുഭവങ്ങൾ ഇല്ലാതിരിക്കുന്ന അനുഭവത്തെക്കാൾ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയതിന്റെ അവസാനമായിട്ട് ഏറ്റവും അധികമായി ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഇടയായി തീരും. Because that is the only way that God has ordained. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിയമിച്ചു വെച്ചിരിക്കുന്നത്. Remember one more thing. ഒരു കാര്യം കൂടെ ഓർക്കുക. Jesus' death on the cross, or the suffering that Jesus had to suffer, was not a plan B of God, it was the plan A of God. യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണവും ആ കർത്താവിന്റെ കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവങ്ങളും അതൊരിക്കലും പ്ലാൻ ബി അല്ലായിരുന്നു, പ്ലാൻ എ തന്നെയായിരുന്നു. Don't think that God suddenly changed His mind and tried to do this to give a salvation for everyone. ഒരിക്കലും ചിന്തിക്കരുത് ദൈവം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു, ഓക്കെ എല്ലാവർക്കും രക്ഷ നൽകുവാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്തെടുക്കാമെന്ന്. Okay, if you have any questions on that, you will get an answer. Revelation chapter 13 verse 8. ഈ ഒരു കാര്യത്തോട് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ വെളിപ്പാട് എഴുതിയ പുസ്തകം 13-ാം അധ്യായം There are many other passages, but I'll just come to a very important point in the Revelation chapter 13 verse 8. All those who dwell on the earth will worship him, whose names have not been written in the book of life of the Lamb, slain from the foundation of the world. Ah, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട
കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അല്ല, ആ വാക്യം കിട്ടിയിട്ടില്ല. ലോകസ്ഥാപനം മുതൽ അറുക്കാം. So what is written there? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? All those The lamb which was slain from the foundation of the, so that is why it is not something that after man came and then they did lot of things and then God had to do this. No. ഇവിടെ നോക്കിയാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരിക്കലും ഇങ്ങനെയല്ലായിരുന്നു. മനുഷ്യർ കടന്നു വന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു, അതിനുശേഷം ദൈവം ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ള അല്ലായിരുന്നു. Christ the Lamb of God was slain for us. കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. Jesus was slain for us. യേശു കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. Jesus died on the cross for us. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. Jesus went through all the sufferings for us. നമുക്ക് വേണ്ടി സകല കഷ്ടാനുഭവങ്ങളിലൂടെയും കടന്നുപോയി. This was planned when? പക്ഷേ ഇതൊക്കെയും എപ്പോഴാണ് പ്ലാൻ ചെയ്തത്? Foundation of the world. ലോകസ്ഥാപനം മുതൽ. God already founded that. യേശു കർത്താവ് ദൈവം ഇതൊക്കെയും നേരത്തെ തന്നെ The lamb will be slain. ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെടണം. And who was worthy to break the seals when the heavens are open? ആ സ്വർഗ്ഗം തുറന്നപ്പോൾ ആരാണ് മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായിരുന്നത്? At the throne of God there is only one who was worthy. ആ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഒരാൾ മാത്രമേ അതിന് യോഗ്യനായിരുന്നുള്ളൂ. The lamb who was slain for us. അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. That is why we have to know that suffering is part of our life and it is a calling of God. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് കഷ്ടാനുഭവം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനായിട്ട് ദൈവം നമ്മളെ So I വിളിച്ചിരിക്കുകയാണ്. will quickly try to we'll just completely root our foundation on that. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ വേരുകൾ ആഴമായിട്ട് അടിസ്ഥാനപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കുന്നു. So now this suffering, when will it happen? ഈ ഒരു കഷ്ടാനുഭവം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? When do you want your suffering to come? എപ്പോഴാണ് കഷ്ടാനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്? This is in our present life. ഇത് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിലാണ്. It's not about something beyond that. In our present life and our current situation we will have this suffering. ഇന്നുള്ള ഈ സാഹചര്യത്തിൽ ഇന്നുള്ള നമ്മുടെ ജീവിതത്തിലാണ് ഈ കഷ്ടാനുഭവങ്ങൾ കടന്നു വരുന്നത്. So this life and this word is for us now. ഈ ഒരു വചനവും ഈ ഒരു ജീവിതവും ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോഴുള്ളതാണ്. There are sufferings that we are facing today. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളുണ്ട്. But remember, people of God, we are apt to face many sufferings in our time ahead. ദൈവത്തിന്റെ ജനം ഓർക്കണം, മുൻപോട്ടുള്ള കാലങ്ങൾ അനേക വിവിധമായ കഷ്ടാനുഭവങ്ങൾ നാം നേരിടേണ്ടി We are വരും. not only praying for today, ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ we are പ്രാർത്ഥിക്കുന്നത്. praying for the future, for tomorrow. നമ്മുടെ നാളത്തേക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. I still remember very clearly in my mind when I told one brother that when he was not that serious in his meetings and his marriage decision was made, and I told that brother, why are you not coming? He said that okay, I'm okay, I can pray in the house. I said, we are all praying here not for today, we are praying for tomorrow. ഒരു സഹോദരനോട് പറഞ്ഞ കാര്യം എന്നും വ്യക്തമായി ഓർക്കുന്നു. താൻ മീറ്റിംഗ് കടന്നു വരുന്ന കാര്യത്തിലൊക്കെയും ഗൗരവമില്ലാതിരിക്കുമ്പോൾ തന്റെ വിവാഹത്തിനുള്ള കാര്യത്തിലും തെറ്റായ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ സഹോദരനോട് വ്യക്തമായ ചോദിച്ച കാര്യം, എന്തുകൊണ്ടാണ് സഹോദര മീറ്റിങ്ങിനൊക്കെയും കടന്നു വരാത്തത്? ആ സഹോദരൻ പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയാണ്, ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നാം പ്രാർത്ഥിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാളത്തേക്ക് വേണ്ടിയുള്ള We are പ്രാർത്ഥനയാണ്. coming in the fellowship to pray not for today, for tomorrow also. നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ We നാളത്തേക്ക് do not വേണ്ടി. know what is going to come. നാം എന്താണ് നമുക്ക് കടന്നു വരുവാൻ പോകുന്നത് നാം We അറിയുന്നില്ല. need to pray. നമ്മൾ പ്രാർത്ഥിക്കണം. Personally we to pray. വ്യക്തിപരമായി നാം പ്രാർത്ഥിക്കണം. Fellowship we to pray. കൂട്ടായ്മയിൽ നാം പ്രാർത്ഥിക്കണം. Corporate we to pray. കോർപ്പറേറ്റ് ആയിട്ട് നാം പ്രാർത്ഥിക്കണം. Why? Because we do not know what is coming ahead. കാരണം നമുക്ക് അറിയത്തില്ല എന്താണ് കടന്നു വരുവാൻ The പോകുന്നത്. whole of Hebrews is written for people to be strong in their faith so that can be steadfast till the end. ആ എബ്രായ ലേഖനം മുഴുവനുമായി എഴുതിയിരിക്കുന്നത് വിശ്വാസികൾ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, അതിന് മുഖാന്തരം അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ. Peter is writing this epistle to the people, the believers, to be strong in their faith. പത്രോസും ഈ ലേഖനം എഴുതിയിരിക്കുന്ന വിശ്വാസികൾ അവർ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ. But that brother did not heed to that. പക്ഷേ ആ സഹോദരൻ ഇതിനൊന്നും ചെവി തന്നില്ല. And just to understand, make you understand, നിങ്ങൾക്ക് മനസ്സിലാകുവാൻ it വേണ്ടി was a very happy, very good relation. So happy. വളരെ Can you സന്തോഷകരമാണ്. imagine on the night of the marriage, so jovial, so close, the house people are so close, the boy and the girl are so close, but on the night of the marriage when they came home, that marriage got destroyed, finished.
വളരെ സന്തോഷമായ അനുഭവങ്ങളിലൂടെ ആ സഹോദരനും സഹോദരിയും അവരുടെ കുടുംബക്കാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. പക്ഷേ ആ കല്യാണ ദിവസത്തിന്റെ ആ രാത്രി ആ കല്യാണം Can you മാറിപ്പോകും. think how that can happen? എങ്ങനെ ആ കാര്യം സംഭവിച്ചു? Till that time it was continuously very good relation. അതുവരെയും ഏറ്റവും വളരെ നല്ല രീതിയിലുള്ള ബന്ധത്തിലായിരുന്നു പോയിരുന്നത്. How can it happen? എങ്ങനെ അത് സംഭവിച്ചു? That is why we do not know what comes ahead. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കടന്നു വരുന്ന നാം അറിയുന്നില്ല. We are praying not for today also. നമ്മൾ ഇന്നത്തേക്ക് മാത്രമല്ല We are പ്രാർത്ഥിക്കുന്നത്, praying for tomorrow നാം also. നാളത്തേക്കും We do വേണ്ടിയാണ്. not know. നമുക്കറിയത്തില്ല. So that is why here we see that when we are going through suffering, it is not any suffering. Today we face some suffering, tomorrow it will be another suffering. നാം ഇന്നൊരു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകും, നാളെ വേറെ വ്യത്യസ്തമായ കഷ്ടാനുഭവങ്ങളായിരിക്കും നാം കടന്നു പോകുന്നത്. But in all those things we need to endure. പക്ഷേ അതിലൊക്കെ നാം സഹിച്ചു That is നിൽക്കുവാനിടയാകണം. why we have to be strong on this foundation. അതുകൊണ്ടാണ് ഈ അടിസ്ഥാനത്തിൽ നാം So we have to ഉറപ്പുള്ളവരായിരിക്കുന്നത്. say that our call is specific to undergo suffering. എന്നോടുള്ള എന്റെ വിളി എന്ന് പറയുന്നത് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള വിളിയാണ്. So when this comes, I need to know that God has a purpose in my life. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കുന്ന ദൈവത്തിന് ഇതിലൂടെ എന്നെ കുറിച്ചുള്ള So ഉദ്ദേശങ്ങളുണ്ട്. that in all the circumstances, ഈ സാഹചര്യങ്ങളിലൊക്കെ I can always see that Christ suffered for me. അതിലൂടെ ക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് Why did he കാണുക. suffer for me? എന്തുകൊണ്ടാണ് ക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടം So അനുഭവിച്ചത്? that he can set an example for me. ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു ഉദാഹരണമാകുവാൻ, I can follow him, I can follow his footsteps. ആ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ വേണ്ടിയിട്ട് I can go with him. ആ കർത്താവിന്റെ കൂടെ പോകുവാൻ, I can go where he has walked. എവിടെയാണോ കർത്താവ് നടന്നത് ആ കർത്താവിന്റെ കൂടെ God has പോകുവാൻ. chosen the path of the cross for Jesus. ആ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനുഭവമാണ് കൊടുത്തതെങ്കിൽ That is the path for all of us to walk through. നമ്മളെല്ലാവരും കടന്നു പോകുവാനുള്ള ഒരു വഴി അതാണ്. Thanks be to God, we are not undergoing the pain that Jesus went through. യേശു കർത്താവ് കടന്നുപോയ ആ വേദനയിലൂടെ നമ്മൾ ഇതുവരെയും കടന്നു പോയിട്ടില്ല. അതിനായി ദൈവത്തിന് We സ്തോത്രം will ചെയ്യുന്നു. never as human being come to know the sufferings that Jesus suffered. യേശു കർത്താവ് കടന്നുപോയ കഷ്ടാനുഭവങ്ങളൊന്നും നമുക്കൊരിക്കലും അത് മനസ്സിലാകുവാൻ It is കഴിയില്ല. not about the physical pain. There are a lot of things that is suffered, but far beyond our thinking. ആ നമുക്ക് മനസ്സിലാകുവാൻ അപ്പുറമുള്ള ആ ഒരു കഷ്ടാനുഭവത്തിലുള്ള വേദനയാണ് യേശു കർത്താവ് അനുഭവിച്ചത്. Just to understand that, we can see Isaiah 53. അത് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് യെശയ്യാ പ്രവചനം 53 We will not be fully able to understand that. അതിനെ മുഴുവനുമായിട്ട് നമുക്ക് മനസ്സിലാകുവാൻ Isaiah കഴിയില്ല. 53 is about the suffering servant, Jesus Christ. ആ കർത്താവായ യേശുവിന്റെ ദാസന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പറയുന്ന കാര്യമാണത്. So we can see നമുക്ക് കാണുവാൻ കഴിയുന്നത് verse 4. 4 വാക്യം. Surely he has borne our griefs and carried our sorrows. Yet we esteemed him stricken, smitten by God and afflicted. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. We don't even can understand the kind of suffering that Jesus went. യേശു കർത്താവ് കടന്നുപോയ ആ കഷ്ടാനുഭവം നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. Because why? എന്തുകൊണ്ട്? Because he bore on himself all our griefs. നമ്മുടെ എല്ലാ വേദനകളും കർത്താവ് തന്റെ മേൽ വഹിച്ചു. He carried all our sorrows. നമ്മുടെ ദുഃഖങ്ങളെല്ലാം കർത്താവ് വഹിച്ചു. So just think about this. ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. Whole mankind, എല്ലാ മാനവരാശി, every sorrow of every mankind. മാനവരാശിയുടെ സകല ദുഃഖങ്ങളും How can he hold that? എങ്ങനെ How can he really hold that? അതെങ്ങനെ It is not about one or two sorrow of our life. നമ്മുടെ ജീവിതത്തിൽ 1-2 ദുഃഖങ്ങളല്ല. Jesus bore the griefs of every mankind. സകല മാനവജാതിയുടെ വേദനകളെ കർത്താവ് സഹിച്ചു. So you can just think how much he had to bear that pain. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം എത്ര അധികം വേദനയാണ് കർത്താവ് If we സഹിച്ചത്. have two sorrows and suffering today, നമ്മുടെ ജീവിതത്തിൽ 2 വേദനകളും കഷ്ടങ്ങളും we can അനുഭവിക്കാൻ understand the pain. അത് നമുക്കറിയാം നമ്മുടെ വേദന എത്ര അത് കഠിനമായിരിക്കും. Imagine Jesus, he bore the griefs of everyone. പക്ഷേ യേശു കർത്താവ് സകല മാനവജാതിയുടെയും വേദനകളെ It is സഹിച്ചു. not about one or two persons. അത് 1-2 വ്യക്തികളുടെ വേദനകളല്ല. When he says that he took upon him all the sorrows, means what? എല്ലാ ദുഃഖങ്ങളും തന്നെ മേൽ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? We can't even know how much he could bear. എങ്ങനെ എത്രത്തിന്റെ അളവ് എത്രമാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ So we പോലും cannot കഴിയില്ല. even come to that level of saying that we have suffered like Christ. No. കർത്താവിനെ പോലെ കഷ്ടം അനുഭവിച്ചു എന്നുള്ള അനുഭവത്തിലേക്ക് ഒരിക്കലും നമുക്ക് പറയുവാൻ കഴിയുകയില്ല. But he set an example for us. പക്ഷെ നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു. So that when I go through these 2 or 3 sorrows and troubles, നമ്മുടെ ഇന്നുള്ള ജീവിതത്തിൽ 2 ദുഃഖങ്ങൾ പ്രയാസങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ he has gone through that. നമുക്ക് കർത്താവ് അതിലൂടെയൊക്കെയും He has കടന്നു set an example for us. നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ടുണ്ട്. And he's telling us, carry on.
കർത്താവ് നമ്മളോട് പറയുന്നു അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക, Carry on. അത് മുൻപോട്ട് പോവുക. Because this made me perfect. ഇത് കാരണം ഇതൊക്കെയും എന്നെ തികഞ്ഞവനാക്കി. I want you made you perfect. നിങ്ങളെയും തികഞ്ഞവനാക്കണം. This is the path to glory. ഇതാണ് തേജസ്സിലേക്കുള്ള വഴി. You also follow this path to glory. ഈ തേജസ്സിലേക്കുള്ള വഴിയെ തന്നെ This പിന്തുടരുക. may be for a limited time, ഇതൊരു ചുരുക്കം സമയത്തേക്ക് മാത്രമാണ്, but it is for eternal glory. പക്ഷേ ഇത് നിത്യത്തിലേക്കുള്ള മഹത്വമാണ്. This pain is there. Yes, it is a pain. ഇത് വേദനയുടെ അനുഭവമാണ്, ആ വേദനയുണ്ട്. But Hebrews chapter 12 says it is for your profit. എബ്രായ ലേഖനം 12 പറയുന്നത് നമ്മുടെ ലാഭത്തിനു വേണ്ടിയാണ്. So it is for our good. നമ്മുടെ നന്മയ്ക്ക് It വേണ്ടിയാണ്. is for our righteousness. നമ്മുടെ നീതിക്ക് വേണ്ടിയാണ്. It is for our glory. നമ്മുടെ തേജസ്സിന് വേണ്ടിയാണ്. Making us more and more perfect. നമ്മളെല്ലാവരെയും അധികം അധികം തികഞ്ഞവരാക്കുവാൻ. This is why again Philippians chapter 1 verse 29 we can see. ഇത് തന്നെയാണ് ഫിലിപ്പിയർ ലേഖനം 1-29 വാക്യത്തിൽ കാണുന്നത്. Why Paul is so eager about this? എന്തുകൊണ്ടാണ് പൗലോസ് വളരെ ഇതിനോട് ആകാംക്ഷയോടെ Because ആയിരിക്കുന്നത്? to Paul it was very clear his calling. കാരണം പൗലോസിന് നല്ലവണ്ണം അറിയാൻ തന്റെ വിളി എന്തായിരുന്നു. His calling was not only to be a preacher. ഒരു പ്രസംഗികനായിട്ടുള്ള ഒരു വിളി മാത്രമായിരുന്നില്ല. His calling was not only to pray for others. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള വിളി മാത്രമായിരുന്നില്ല. Let's read that verse 129, chapter 1 verse 29. For to you it has been granted For to you it has been granted on behalf of Christ on behalf of Christ not only to believe in him but also to suffer for his sake. So Paul had a very clear calling. പൗലോസിന് വളരെ വ്യക്തമായ ഒരു വിളി ഉണ്ടായിരുന്നു. But tonight do not consider that suffering is a calling. The call to suffer is for everyone. ഒരിക്കലും കഷ്ടം അനുഭവിക്കാനുള്ള ഒരു പ്രത്യേക വിളിയല്ല, കഷ്ടം അനുഭവിക്കാനുള്ള വിളി എല്ലാവർക്കും ഉള്ളതാണ്. Yes, the baptisms are different. സ്നാനങ്ങൾ വ്യത്യസ്തമാണ്. Jesus said that there are different baptisms. യേശു കർത്താവ് പറഞ്ഞു വിവിധ സ്നാനങ്ങളുണ്ട്. The baptism of the suffering that Jesus went through is not for us. കഷ്ടാനുഭവങ്ങളിലൂടെ യേശു കർത്താവ് കടന്നുപോയ ആ സ്നാനം അത് വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു. So that is different. അത് വ്യത്യസ്തമായിരുന്നു. But here what we can see, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് that Paul is very clear about his calling. തന്റെ പൗലോസ് വളരെ വ്യക്തമായിരുന്നു തന്റെ വിളി We should എന്തായിരുന്നു. also be clear of our calling. നമ്മുടെ വിളിയെ കുറിച്ച് നാം We are not വ്യക്തതയുണ്ടാകണം. only called for salvation. നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നാം We are not only വിളിക്കപ്പെട്ടത്, called to preach to the Gentiles, മറ്റു ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല വിളിക്കപ്പെട്ടത്, but also to suffer. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി കൂടെയാണ്. 1 Peter chapter 3 verse 17 and 4 chapter 4 verse 19. 1 പത്രോസ് 3:17 4 4:19. 4:19 വാക്യം വായിക്കാം. For it is better if it is the will of God to suffer. So it is written what? For it is better if it is the will of God to suffer for doing good than for doing evil. Okay, read 4:19. Therefore let those who suffer Ah. according to the will of God According to the will of God. commit their souls to him. Enough. Yeah. വായിക്കാം മലയാളത്തില് 3:17. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, മതി. അടുത്ത 4:19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട്. So in both these verses what is important is that it is the will of God. ഇവിടെ രണ്ട് വാക്യങ്ങളിലും ഏതാണ് പ്രധാനമായി കാണുന്നത്? ദൈവത്തിന് ഇഷ്ടമാണ്. One, we are called to suffer. ഒന്ന്, നാം കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. And here it says that it is the will of God for us to go through suffering. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കഷ്ടം അനുഭവിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ So ഹിതമാണ്. that is why I reminded last time we talked about be submissive because it is God's will. കഴിഞ്ഞ ആഴ്ച കാലം ചിന്തിച്ചത് കീഴടങ്ങിയിരിക്കുക, കാരണം അത് ദൈവത്തിന് ഇഷ്ടമാണ്. We be submissive for the purpose of God. ആ കർത്താവിൻ നിമിത്തം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി നാം കീഴടങ്ങിയിരിക്കണം. Same, suffering is for whom? കഷ്ടം അനുഭവിക്കുന്നതും ആർക്ക് For വേണ്ടിയാണ്? us, നമുക്ക് വേണ്ടി. for fulfilling the will of God. ദൈവത്തിന് ഇഷ്ടം നിവർത്തിച്ചെടുക്കുക. It is the will of God ആ ദൈവത്തിന് ഇഷ്ടമാണ്, that we ഇതമാണ്. have to go through suffering. അത് നാം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു So പോകണം. that is why it is important that അതുകൊണ്ടാണ് ഇത് പ്രധാനമായിരിക്കുന്നത്. our main Christian life, നമ്മുടെ ക്രിസ്തീയ ജീവിതം, പ്രധാനപ്പെട്ട ക്രിസ്തീയ ജീവിതം, that if we are very sure about suffering which is for us, നമുക്ക് വേണ്ടിയുള്ള ആ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ there will be no reason for us to stumble or be offended. ഒരിക്കലും ഇടറി പോകുവാനോ ഇടർച്ചയുണ്ടാവാനോ ഒരു കാരണവും There is ഉണ്ടാകത്തില്ല. no reason for anyone to backslide. ഒരിക്കലും പിന്മാറി പോകേണ്ടതായിട്ട് ഒരു കാരണം There വരത്തില്ല. is no reason for anyone to forsake their faith. ആ വിശ്വാസം ത്യജിക്കപ്പെട്ടു പോകുവാനുള്ള ഒരു കാരണം There ഉണ്ടാകത്തില്ല. is no reason for anyone to depart from their faith. ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകേണ്ട ഒരു കാര്യം We വരത്തില്ല. have seen many people, നമ്മൾ അനേകം പേരെ കണ്ടിട്ടുണ്ട്. when troubles come in their life, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു they വരുമ്പോൾ depart from their faith. അവർ വിശ്വാസത്തിൽ നിന്ന് മാറി പോകുന്നു. Many people who come to the Lord, അനേകർ കർത്താവിലേക്ക് കടന്നു വന്നു. when they have some troubles coming, അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ they go back to from where they came. അവർ എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് മടങ്ങി പോകുന്നു. But we know that through this life that
that God has allowed so many sufferings to come in our lives. നമ്മൾക്ക് കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ ദൈവം നമുക്ക് But അനുവദിച്ചിട്ടുണ്ട്. today we can say that boldly, പക്ഷേ ഇന്ന് ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയുന്നു, all that God has done ദൈവം ചെയ്തതെല്ലാം is not to destroy us, ഒരിക്കലും നമ്മളെ നശിപ്പിക്കാൻ to വേണ്ടിയുള്ളതല്ല, make us more strong in faith. വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ I വേണ്ടിയതായിരുന്നു. still remember in my house, എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും ഓർക്കുന്ന I കാര്യം, think I've told you many times, അനേകം പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, in our church also, നമ്മുടെ ദൈവസഭയിലും it was very important for them at that time. അന്നുള്ള അവർക്ക് ഏറ്റവും പ്രധാനമായിരുന്നു. When my parents got saved, എന്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടപ്പോൾ at that time I had a smaller brother, younger brother to me. എനിക്കൊരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു. In the age of 2, he died. 2 വയസ്സുള്ളപ്പോൾ ആ സഹോദരൻ മരിക്കുവാനിടയായി. Our family, they were very new in the faith. അവർ വിശ്വാസത്തിൽ വളരെ പുതുതായിട്ട് വളർന്നവരായിരുന്നു. The church was very new. ആ ദൈവസഭയും വളരെ All പുതിയതായിരുന്നു. were young couples. എല്ലാവരും വളരെ ചെറുപ്പക്കാരായ Many കപ്പിളായിരുന്നു. people have came out of the denominational churches. ആ ഡിനോമിനേഷനായ സാമുദായിക സഭകളിൽ നിന്ന് കടന്നു And വന്നവരായിരുന്നു. this was the greatest test for the church. ആ സഭയും സഭയ്ക്കുള്ള വലിയൊരു പരീക്ഷയായിരുന്നു. This was a test for the house. അവർ ആ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു Because പരീക്ഷയായിരുന്നു. in my house the church started. എന്റെ ഭവനത്തിലായിരുന്നു ദൈവസഭ The തുടങ്ങിയത്. meeting started. ആ മീറ്റിംഗ് തുടങ്ങിയത്. But there was a disaster. അവിടെ പക്ഷെ ഒരു ഡിസാസ്റ്റർ കടന്നു വന്നു. And the son died ആ കുഞ്ഞു മരിച്ചു. because they were strong in faith. അവർ വിശ്വാസത്തിൽ ശക്തി They ഉള്ളതായിരുന്നു. did not rely on medicines. അവർ മനുഷ്യരിൽ വിശ്വസിച്ചില്ല. They were very strong in faith. അവർ വിശ്വാസത്തിൽ ശക്തി The ഉള്ളവരായിരുന്നു. child got healed. കുഞ്ഞ് സൗഖ്യം But പ്രാപിച്ചു. after that he died. പക്ഷെ അതിനുശേഷമാണ് It മരിച്ചത്. was a big trouble for them. അവർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു അത്. But they stood strong. പക്ഷെ അവർ ഉറപ്പോടെ നിന്നു. That faith is standing strong even today. ആ വിശ്വാസം ഇന്നും ശക്തിയോടെ നിൽക്കുന്നു. It may be a suffering. ഒരു കഷ്ടമനുമാനം It may be a trial. ഒരു പരീക്ഷയായിരിക്കാം. We don't have the answer. അത് നമുക്ക് അതിന് ഉത്തരമില്ല. I do not even have the confidence to speak about that. അത് പറയുവാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. It is mamnu in my house to speak about anything of that. അതിനെ കുറിച്ച് പറയുവാനുള്ള യാതൊരു കാര്യവുമില്ല. The reason is because കാരണം the pain that my mother and the family went through. എന്റെ മാതാവും എന്റെ കുടുംബവും കടന്നുപോയ വേദന. But they are very clear. പക്ഷെ അവർക്ക് വളരെ വ്യക്തമായ And not only them, when I grew up, ഞാൻ വളർന്നു വന്നപ്പോഴും when I am doing the ministry, കർത്താവിന്റെ വേല I can ചെയ്തുകൊണ്ട് hear the testimony of many people അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. who reminded me that incident which happened shook us everyone. അന്ന് സംഭവിച്ച ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും ഞെട്ടിക്കുവാനിടയായി തീർന്നു. But we stood strong. പക്ഷെ അത് ആ സംഭവത്തിൽ ഞാൻ ഉറപ്പോടെ നിന്നു. The reason is അതിനുള്ള കാരണം because this trouble, this suffering did not hinder their faith. അവരുടെ വിശ്വാസം, ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം അവർ വിശ്വാസത്തിന് They തടസ്സം did not നിന്നില്ല. forsake God. അവർ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. Because to whom they have believed, ആരെയാണോ അവർ വിശ്വസിച്ചത് they stood strong for ആ them. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. And that is the reason അതുകൊണ്ടാണ് why God allows suffering to come. നമുക്ക് കഷ്ടാനുഭവങ്ങൾ ദൈവം We may അനുവദിക്കുന്നു. not know the mind of God. ദൈവത്തിന്റെ മനസ്സ് നമുക്കറിയത്തില്ല. We do not know how many people could glorify God through that incident. ആ അനുഭവത്തിലൂടെ എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടും നമുക്കറിയത്തില്ല. My mother's family from Rani, they all got erupted. They sent their people to Bombay to make problems in our place. എന്റെ മാതാവിന്റെ ഭവനത്തിലുള്ള റാന്തിക്കാരായവർ അത് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിലൂടെ അവർ ഭയങ്കര ഇറപ്റ്റ് ആവാൻ കൊണ്ട് ഇടയായി തീർന്നു. അനേകരെ ബോംബെയിലേക്ക് അയക്കുവാൻ കൊണ്ട് ഇടയായി. Because you came to faith, to this particular sect of faith, that is why this happened. ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറയുവാൻ കുറ്റപ്പെടുത്തുവാൻ But ഇടയായി. those who came, they got saved. പക്ഷേ കടന്നു വന്നവർ അവർ രക്ഷിക്കപ്പെട്ടു. Many of our families, they are in faith. അനേക കുടുംബക്കാർ ഇന്ന് വിശ്വാസത്തിലായിരിക്കുന്നു. So all these things, what happens? What means? ഈ ഒരു കാര്യങ്ങളൊക്കെ It means that sufferings are all for the good, that is God's will. അതൊക്കെയും എന്താണ് അർത്ഥമാക്കുന്നത്? കഷ്ടാനുഭവങ്ങളൊക്കെയും നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന്റെ ഹിതമാണ്. For us it will be difficult to know. നമുക്ക് മനസ്സിലാകുവാൻ പ്രയാസമുണ്ടായിരിക്കും. We will know for sure. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അറിയും All these things are for the good will of God. ഇതൊക്കെയും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യമാണ്. So I hope that is very clear for us. Suffering is not something which is not supposed to come to us. It is supposed to come to us because it is our calling. ആ കഷ്ടാനുഭവം എന്ന് പറയുന്നത് നമുക്ക് കടന്നു വരാതിരിക്കാനുള്ള ഒരു കാര്യമല്ല, നമുക്ക് കടന്നു വരാനുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. Quickly before I close, ഞാൻ തീർക്കുന്നതിന് മുമ്പേ how can we be really blessed with sufferings? എങ്ങനെയാണ് കഷ്ടാനുഭവങ്ങളിലൂടെ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്? How can we be really satisfied with any suffering that comes? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കഷ്ടാനുഭവങ്ങളും നാം എങ്ങനെയാണ് തൃപ്തിയോടെ How ആയിരിക്കാൻ can we be കഴിയുന്നത്? happy to say that yes, this suffering is for me? ഈ കഷ്ടാനുഭവം എനിക്ക് വേണ്ടിയാണുള്ളതാണെന്ന് എങ്ങനെയാണ് ധൈര്യത്തോടെ I പറയാൻ know these കഴിയുന്നത്? questions are for all of us. ഈ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. This question had been to me many times. അനേകം പ്രാവശ്യം എനിക്കും ഈ ചോദ്യം This ഉണ്ടായിട്ടുണ്ട്. question can be to you for many times. അനേകം പ്രാവശ്യം നിങ്ങൾക്കും ഈ ഒരു ചോദ്യം കടന്നു വരും. But I don't want any confusion future.
future. ആർക്കും ഭാവിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. Why? How can we be satisfied with any suffering? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കഷ്ടാനുഭവങ്ങളും എങ്ങനെയാണ് തൃപ്തിയോടെ ആയിരിക്കുവാൻ കഴിയുന്നത്? How can a suffering be a blessing for us? എങ്ങനെയാണ് ഒരു കഷ്ടത്തിന്റെ അനുഭവം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കഴിയുന്നത്? As we already read, spoke about, it's a calling to suffer. നാം നേരത്തെ വായിച്ചു, നമ്മൾ കഷ്ട അനുഭവത്തിന് വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Which means what are we doing? നാം എന്താണ് We are ചെയ്തുകൊണ്ടിരിക്കുന്നത്? obeying the call of God. നാം ദൈവത്തിന്റെ വിളിയോട് അനുസരണം കാണിക്കുകയാണ്. God has planned that you and me is called to suffer a particular thing. It is God's purpose. അത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഹിതമാണ്, ദൈവമാണ് ആ കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. If God calls you to go to Nepal and start a ministry, ദൈവം നിങ്ങളെ വിളിച്ച് നേപ്പാളിലേക്ക് കടന്നുപോയി അവിടെ ഒരു ശുശ്രൂഷ തുടങ്ങുവാൻ പറയുന്നുവെങ്കിൽ it is not different from God allowing you to say that, okay, I will allow a suffering to come to you. Are you happy? അത് ഒരിക്കലും വ്യത്യസ്തമായിരിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത ഞാൻ അനുവദിക്കുകയാണ്, അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? It is the same. അതിന് A തുല്യമാണ്. call for ministry, a call to suffer. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളി എന്ന് പറയുന്നത് കഷ്ടാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാണ്. A call to do good to someone, a call to suffer for some time. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് കഷ്ടാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാണ്. A call to do good for someone and a call to suffer for some time is the same. ആ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു വിളിയും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാനുള്ള വിളിയും അത് രണ്ടും സെയിം ആണ്. So how you can be really blessed? അത് എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹമായി If തീർക്കാൻ you feel കഴിയുന്നത്? that there is a blessing for calling you to do good, ആ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള വിളി, do you believe that? അത് വിശ്വസിക്കുന്നുണ്ടോ? Do you believe there is a blessing that you are called to do good? ആ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു ആ വിളി അതൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Yes. The same way you will be a blessing if you are called to suffer for some time. മറ്റ് ചില സമയങ്ങൾ കഷ്ടം അനുഭവിക്കുവാനുള്ള കാര്യവും അതും ഒരു അനുഗ്രഹമാണെന്നുള്ള കാര്യം വിശ്വസിക്കുക. Don't blame Satan for allowing any suffering. ആ കഷ്ടം അനുഭവിക്കുന്നതിന് സാത്താനെ ആരും കുറ്റം He പറയും. may be part of anything, അത് ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും. but he is under the control of God. പക്ഷെ അത് സാത്താൻ ദൈവത്തിന്റെ അധികാരത്തിന് But the കീഴിലാണ്. mature Christians should say പക്ഷെ പക്വത പ്രാപിച്ച ക്രിസ്ത്യാനികൾ പറയണം, that these things God allowed. ഈ കാര്യങ്ങളൊക്കെയും ദൈവത്താൽ അനുവദിക്കപ്പെട്ടു. God allowed Satan to touch Job. ആ യോബിനെ തൊടുവാൻ ദൈവം സാത്താനെ അനുവദിച്ചു. God allowed. ദൈവമാണ് അനുവദിച്ചത്. We can say Satan is part of that game, നമുക്ക് പറയാൻ പറ്റും സാത്താൻ അതിന്റെ ഒരു ഭാഗമായിരുന്നു. but God allowed, because Job, we can see the last. What is the last? The integrity of Job. It is not about the suffering that Job went through. The book of Job highlights the integrity of Job. യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് യോബ് അനുഭവിച്ച കഷ്ടതയെ കുറിച്ചല്ല, മറിച്ച് യോബിന്റെ ജീവിതത്തിലുള്ള ആ സത്യസന്ധതയെ കുറിച്ചാണ്. The integrity that God, he could know God, he could see God in various ways, but after his suffering, he could say that now I know him, I can see him face to face. യേശു കർത്താവിന് ദൈവത്തെ യോബിന് അറിയാമായിരുന്നു. യേശു ദൈവത്തെ കൂടുതലായി കാണപ്പെട്ടു. പക്ഷേ ഏറ്റവും അവസാനം ആ കഷ്ടതയുടെയൊക്കെയും അവസാനമായി കാണുന്നത് ഞാൻ അവനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ വ്യക്തമായി അറിയുന്നു. Deeper inside there was self-righteousness in him. തന്റെ ഉള്ളിൽ തനിക്ക് സ്വന്തം നീതി ഉണ്ടായിരുന്നു. There was deeper inside the righteousness that he thought he can dwell on that. ആ തന്റേതായ നീതിയിൽ തനിക്ക് ആശ്രയിക്കാമായിരുന്നുവെന്ന് താൻ ഉള്ളിൽ വിചാരിച്ചു. This got revealed. പക്ഷെ ഇതൊക്കെ വെളിപ്പെട്ട് And വന്നു. then he said, I abhor myself. അതിനുശേഷം പറയുന്നത് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. I abhor myself. ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. I make a covenant with my eye. ഞാൻ എന്റെ കണ്ണിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. He talks about his sinful nature. താൻ തന്റേതായ പാപത്തിന്റേതായ പ്രകൃതത്തെ And all this revelation came to him. Why? ഈ ഒരു വെളിപ്പാടൊക്കെയും തന്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? Because through all his sufferings, ഈ ഒരു കഷ്ടാനുഭവങ്ങളിലൂടെയൊക്കെയും he patiently endured അതൊക്കെയും ക്ഷമയോടെ സഹിച്ചു. and looked at God, ഞാൻ ദൈവത്തെ നോക്കി, to whom he can trust. ആ ദൈവം ആരെ ആശ്രയിക്കുവാൻ He കഴിയും? will not allow my soul to be destroyed in Sheol. ആ ഒരിക്കലും തന്റെ പ്രാണനെ പാതാളത്തിലേക്ക് That വിട്ടുകൊടുക്കുകയില്ല. is what we can say. അതാണ് നമുക്ക് പറയുവാൻ He കഴിയുന്നത്. will not allow our soul to be destroyed. നമ്മുടെ പ്രാണനെ നശിപ്പിച്ച് കളയുവാൻ ദൈവം Our അനുവദിക്കത്തില്ല. flesh may undergo suffering. നമ്മുടെ ആ ജഡം കഷ്ടത്തിലൂടെ കടന്നു പോകും. That is why we read that give our soul to our Lord and commit to him. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പത്രോസ് വായിക്കുന്നത് നമ്മുടെ ആത്മാക്കളെ ദൈവത്തിങ്കലേക്ക് വരവേൽപ്പിക്കുക. This is a suffering. ഇതാണ് കഷ്ടാനുഭവം. It is necessary the suffering so that we can enter into his glory. ആ കഷ്ടാനുഭവം ഏറ്റവും ആവശ്യമായിരിക്കും. അതിന് മുഖാന്തരം ആ തേജസ്സിലേക്ക് നമ്മൾ നയിക്കപ്പെടുക. Because this is something very important. ഇത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു Jesus കാര്യമാണ്. taught his disciples, യേശു കർത്താവ് ശിഷ്യന്മാരെ ഈ കാര്യം പഠിപ്പിച്ചു. but they were not able to receive that. പക്ഷെ ആ സമയം അവർക്ക് അത് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. One Sunday we talked about that when Jesus said that he is going to suffer. Peter said that no,
They should not allow. ഒരു ഞായറാഴ്ച കാര്യം ചിന്തിച്ചു യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ കഷ്ടം അനുഭവിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ പത്രോസ് ഉടനെ പറഞ്ഞു ഇല്ല, അത് പാടില്ല എന്ന്. Because it was not, they were not ready to accept this teaching. അവർക്ക് ഈ ഒരു പഠിപ്പീര് അവർക്ക് സ്വീകരിക്കുവാൻ അവർ And തയ്യാറല്ലായിരുന്നു. then we can see the road to Emmaus, we can see in Luke mentions about that incident. ആ എമ്മോസിലുള്ള യാത്രയിൽ ആ ഒരു സംഭവത്തെ വിവരിക്കുന്നതായിട്ട് കാണുവാൻ And there we കഴിയും. can see then when Jesus confronts them, ആ യേശു കർത്താവ് അവരെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ he is not revealed to them. അവർക്ക് വെളിപ്പെട്ടില്ല. But what is the question that they are talking about? അവർ എന്ത് ചോദ്യമാണ് അവർ What is the സംസാരിക്കുന്നത്? discussion that they are talking about? അവർക്കുണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ They are എന്തായിരുന്നു? saying very clearly അവർ വളരെ വ്യക്തമായി പറയുന്നത് that Jesus, have you not, okay, we can read that, Luke chapter 26. Okay. Luke chapter 24. Yeah. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും Okay. മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും. So let's see what they said first before we come to this. Okay. Verse 20. Verse 20. Verse 20 and 21. Yeah. Verse 20 and 21. അതിന് 20-21 വാക്യം. And how the chief priests and our rulers delivered him to be condemned to death. So they are saying very clearly what happened. How the chief priests and our rulers delivered him to be condemned to death and did what? They crucified him. But we were hoping But we were hoping that it was he who was going to redeem Israel. that it was he who was going to redeem Israel. Indeed, beside all this, today is the third day Enough. since these things Yeah. happened. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. So they were always having this mind that we are hoping what? Something great is going to happen to us in Israel. അവർ ചിന്തയിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യം, ഇസ്രായേലിൽ ഏതോ ഒരു വലിയ കാര്യം നടക്കുവാൻ പോവുകയാണ്. This is the same thing that we will have. നമുക്കും ഈ ഒരു കാര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. Because we came to Christ. നമ്മൾ കർത്താവിലേക്ക് കടന്നു വന്നു. Because we have been saved. നമ്മൾ രക്ഷിക്കപ്പെട്ടു. Because we are doing so many good things for the Lord. കർത്താവിന് വേണ്ടി അനേകം നല്ല കാര്യങ്ങൾ We are ചെയ്യുന്നു. hoping that many good things will happen to us in this world. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് അനേകമായ നല്ല We കാര്യങ്ങൾ are നടക്കും. hoping that everything will be go so smooth that we will be so happy and peaceful. വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ നടക്കുവാൻ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. All our burdens will be removed. എല്ലാ ഭാരങ്ങളും മാറിപ്പോകും. All our what to say, the wealth will be doubled or tripled. നമുക്കുള്ള എല്ലാ സമ്പത്തുകളും അതൊക്കെയും ഇരട്ടിയായി 10 മടങ്ങായി തീരും. Hope. ഇതൊക്കെ നമ്മുടെ പ്രത്യാശയാണ്. Hope. ഇതാണ് നമ്മുടെ പ്രത്യാശ. They hope. അത് അവർ ഇങ്ങനെയാണ് And that is why പ്രത്യാശിക്കുന്നത്. Jesus said. അതുകൊണ്ടാണ് യേശു കർത്താവ് What did പറഞ്ഞത്. Jesus say? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? Oh foolish ones, slow of heart to believe in all that the prophets have spoken already. 25. അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. 26. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചു ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. So to enter into his glory, Christ has to go through what? Suffering. തന്റെ മഹത്വത്തിലേക്ക് കടക്കേണ്ടതിന് ക്രിസ്തു കഷ്ടം അനുഭവിക്കണമായിരുന്നു. So that is what it is important, that for us to enter into glory, suffering is the path. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മഹത്വത്തിലേക്ക് കടക്കേണ്ടതിന് കഷ്ടതയുടെ പാത അനിവാര്യമായിരിക്കുന്നു. Are you satisfied with that? അതിൽ നാം തൃപ്തികരാണോ? Do you feel that this is the blessedness of suffering? ആ കഷ്ടം അനുഭവിക്കുന്നതിന്റെ അനുഗ്രഹം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? If you do not consider this as a blessing, ഇതിനെ നാം ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല എങ്കിൽ all other blessings are only temporary. ആ ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും വളരെ താൽക്കാലികമാണ്. It will not last long. അത് നീണ്ട നാൾ നിൽക്കുകയില്ല. It will make you excited very soon. അത് വളരെ നമുക്ക് ആവേശം കൊണ്ടുവരും. But then, because it does not have root down below, അതിന് അധികം ആഴത്തിൽ വേരില്ലാത്തതുകൊണ്ട് a small change comes, derailment of the train. ഒരു ചെറിയൊരു മാറ്റം വരുമ്പോൾ ആ പാളം വിട്ട് ട്രെയിൻ തെറ്റിപ്പോകുന്നത് Word പോലെ says that very soon you will stumble, you will get offended. ദൈവത്തിന്റെ വചനം പറയുന്നു വളരെ വേഗത്തിൽ അവർ ഇടറിപ്പോകുന്നു. So that is why I was asking the question, what are the blessings and what are the
what is the things that satisfies us through this suffering? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യം, എന്താണ് കഷ്ടതയിൽ നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത്, എന്താണ് അനുഗ്രഹമായിരിക്കുന്നത്? So are we clear? നമുക്കിത് മനസ്സിലായോ? It is a great calling, ഇത് നമുക്ക് വിളിച്ചിരിക്കുന്ന വലിയൊരു വിളിയാണ്. and be happy with the calling. ഈ ഒരു വിളിയിൽ നാം സന്തോഷിക്കുക. And then it is taking us to glory. അതിന് നമ്മളെ മഹത്വത്തിലേക്ക് നമ്മളെ നടത്തും. And God is allowing us in His good will that this suffering, because He has a purpose. ദൈവം തന്റേതായ ഇഷ്ടത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് അനുവദിക്കുകയാണ്. കാരണം താൻ കഷ്ടങ്ങളിലൂടെ If you കടന്നു believe that all good gifts come from heaven, എല്ലാ നല്ല ദാനങ്ങളും സ്വർഗ്ഗത്തിൽ നിന്ന് കടന്നു വരുന്ന നാം വിശ്വസിക്കുന്നുവെങ്കിൽ then we have to receive all things that God allows in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സകല കാര്യങ്ങൾ നാം സ്വീകരിക്കുവാൻ We are ready തയ്യാറാണ്. to receive good from God. ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ We should also consider this as a goodness of God. ഇതും കഷ്ടങ്ങളും ദൈവത്തിന്റെ ഒരു നന്മയാണ് നാം That വിശ്വസിക്കണം. is why we can see many bold Christians who are suffering for Christ. അതുകൊണ്ട് They are saying that all this, if we did not have, we were doomed to death, but this is what is going to be taking us to glory. അതുകൊണ്ടാണ് അനേകം ഭക്തന്മാർ പറയുവാൻ കൊണ്ട് ഇടയായിത്തീർന്ന് ഞങ്ങളെല്ലാം നാശത്തിലേക്ക് കടന്നുപോയിരുന്നു. പക്ഷേ ഈ കഷ്ടാനുഭവങ്ങളിലൂടെയും കടന്നുപോയി തൻ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൈക്കൊള്ളും. Okay, how can Christ's suffering be ours? എങ്ങനെയാണ് ആ ക്രിസ്താവിന്റെ കഷ്ടാനുഭവം നമ്മുടേതായി തീരുന്നത്? This will also clear the doubt if you have that why we should suffer. എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കണമെന്നുള്ള ചോദ്യം സംശയം നമുക്കുണ്ടെങ്കിൽ ഈ കാര്യം So വ്യക്തമാവും. we can see the satisfaction and the blessing that we need through suffering. കഷ്ടാനുഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് തൃപ്തിയും I അനുഗ്രഹവും. quickly want to read the verses. വളരെ പെട്ടെന്ന് വാക്യങ്ങൾ You can വായിക്കാം. note down if you want. Romans chapter 8 verse 17, read that quickly. റോമർക്കെഴുതിയ ലേഖനം 8-17 വാക്യം വേഗത്തിൽ വായിക്കാം. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. Praise the Lord. Hallelujah. This is very clear. വളരെ വ്യക്തമാണ്. So that is why I said I had doubts earlier, but it's very clear from the word of God. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ വചനത്തിലെല്ലാം വളരെ And that വ്യക്തമാണ്. is why be careful. Some preachers may come saying that Christ already died on the cross. He took all the suffering. There is one sacrifice enough. No more suffering to you. So don't accept any suffering. Suffering is a curse. No, don't take that. അതുകൊണ്ട് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഏതെങ്കിലും പ്രാസംഗികർ കടന്നു വന്ന് ക്രിസ്തു സകലവും കഷ്ടം അനുഭവിച്ചു, ക്രിസ്തു ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി കഷ്ടം സഹിച്ചു, അതുകൊണ്ട് കഷ്ടം നമ്മുടെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നാം അതിൽ ചതിയിൽ വീണു പോകരുത്. Suffering is a calling of God. ആ കഷ്ടാനുഭവം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഒരു വിളിയാണ്. Now the word of God says very clear. Read 17, read that quickly. And English. children Huh? and heirs of God, Hmm. and joint heirs with Christ, if indeed we suffer with him, If indeed we suffer with him, that we may also be glorified that we may be also glorified together. together. Okay. Read 2 Corinthians chapter 1 verse 5. 2 കൊരിന്ത്യർ 1-5 വാക്യം. For as the sufferings of Christ abound in us, so our consolation also abounds in Christ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. Praise the Lord. Philippians chapter 3 verse 10. ഫിലിപ്പിയർക്ക് ലേഖനം 3-10 വാക്യം. That I may know him and the power of his Yes, that is a resurrection. very, Paul says that I may know him And the power of his and resurrection. the power of his resurrection And the fellowship of his suffering. and the fellowship of his suffering. Being conformed to his death. Yeah. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടത്. So the fellowship of his suffering. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ So we കൂട്ടായ്മ. need to be partakers and fellowship with his suffering. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ കൂട്ടായ്മയും അതിൽ പങ്കാളിത്തവും. 1 Peter chapter 4 verse 13. 1 പത്രോസ് 4-13 വാക്യം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. Amen. Hallelujah. But rejoice to the extent extent that you partake of Christ's suffering, uh, that when his glory is revealed, when his glory is revealed, you may also be glad with exceeding joy. you may be also glad with exceeding joy. 2 Corinthians chapter 4 verse 10. 2 കൊരിന്ത്യർ 4-10 വാക്യം. Also carrying about in the body the dying of the Lord Jesus, that the life of Jesus also be manifested in our body. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. This is what Peter is trying to say, that the life of Jesus will be manifested in our life. ഇതാണ് പത്രോസ് പറയുന്നത്, യേശുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു First വരണം. Peter chapter 1 and 2 is building to the context of
how we can have the holiness of God, how we can be like Jesus. ആ പത്രോസിലേഖനം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്, അതിങ്ങനെ ഇതിലേക്കാണ് പണിയപ്പെടുന്നത്. ദൈവത്തിൻ്റെതായ വിശുദ്ധിയിൽ നമ്മൾ എങ്ങനെ പണിയപ്പെടുവാൻ We are His own special people. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്വന്തം We are ജനമാണ്. chosen by God. നാം ദൈവത്താൽ God തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. the Father, God the Son, God the Holy Spirit, all involved in our salvation. പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടേതായ Because of God the Father's abundant mercy, ആ പിതാവായ ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം, the sanctification of the Holy Spirit, ആ പരിശുദ്ധാത്മാവിനുള്ള ശുദ്ധീകരണം, and the sprinkling of the blood of Jesus, ആ യേശു കർത്താവിന്റെ രക്തത്താലുള്ള തളിക്കപ്പെടൽ, that we all have been saved. അതിന് മുഖാന്തരം എല്ലാം നമ്മൾ And രക്ഷിക്കപ്പെട്ടു. He has begotten us നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു into a living hope, ജീവനുള്ള പ്രത്യാശയ്ക്കായി, to the resurrection of the Son from the dead. ആ തന്റെ പുത്രന്റെ പുനരുദ്ധാനത്തിലേക്ക്. We have been called to suffer. നമ്മൾ കഷ്ടം അനുഭവിക്കുവാൻ Suffering വിളിക്കപ്പെട്ടവരാണ്. is a blessing for us. കഷ്ടാനുഭവം എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. We need to be happy and satisfied with suffering. ആ കഷ്ടാനുഭവം എന്ന് പറയുന്നത് അതിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം. Sufferings are painful. ആ സഫറിംഗ് എന്ന് പറയുന്നത് That വേദനയുള്ളതാണ്. is why it is called suffering. അതുകൊണ്ടാണ് അതിനെ കഷ്ടാനുഭവം എന്ന് പറയുന്നത്. So it is painful, അത് വേദന ഉള്ളതാണ്, but it is a blessing. പക്ഷെ അതൊരു അനുഗ്രഹമായ So let കാര്യം. us thank God അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. for the revelation of the true word of God. ദൈവത്തിന്റെ സത്യവചനത്തിന്റെ So വെളിപ്പാടിനായി that none of us will be veering away from this. നമ്മൾ ആരും ഇതിൽ നിന്ന് മാറിപ്പോകാതിരിക്കും. And we should not be caught up in any offense. വേറെ ഏതെങ്കിലും തെറ്റായ കാര്യം നമ്മൾ ആരും കുടുങ്ങി പോകാതിരിക്കുക. So that God's word will remain strong in our hearts. ദൈവത്തിന്റെ ആ വചനം തന്നെ നമ്മുടെ ഹൃദയങ്ങൾ ശക്തിയായി നിൽക്കുക. When the world is looking for all the prosperity things, ആ ഈ ലോകം അനേകമായ പ്രോസ്പെരിറ്റിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, when the world is desiring and demanding that things should work according to their wishes, ആ ഈ ലോകം അവരുടേതായ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് കാര്യങ്ങൾ നടക്കുവാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, God tells us that I know you, I have a plan for you. ആ ദൈവം പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിനക്കും നിന്റെ മേൽ എനിക്ക് ഒരു പദ്ധതിയുണ്ട്. Someday the children said, wrote a good verse. They said, I have engraved you in the palm of my hand. ഒരിക്കൽ കുഞ്ഞുങ്ങളെ ഒരു വാക്യം ഇങ്ങനെ എഴുതി, എന്റെ ഉള്ളം കരത്തിൽ ഞാൻ നിങ്ങളെ So വരച്ചിരിക്കുന്നു. we have been engraved in the palm of God's hand. ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ നാം We are വരയ്ക്കപ്പെട്ടിരിക്കുകയാണ്. all in His hands. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിലാണ്. He is after us. കർത്താവ് നമ്മുടെ പുറകെ He ഉണ്ട്. knows us. നമ്മളെ കർത്താവ് അറിയുന്നു. And that is where He will never allow any suffering to be a disaster for us, but rather a blessing for us. ഒരിക്കലും കഷ്ടാനുഭവം നമ്മുടെ നാശത്തിന് കാരണമാക്കി തീർക്കത്തില്ല, മറിച്ച് നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാക്കി You തീർക്കും. may think that you are not blessed, ഒരിക്കലും ഒരുപക്ഷെ നാം ചിന്തിക്കും നാം അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. but there may be many people blessed because of you. പക്ഷേ ഈ നമ്മളാൽ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് Christ died for whom? കർത്താവ്, യേശു കർത്താവ് ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? Blessing for many. അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടി. We go through suffering just as Christ suffered, കർത്താവ് കഷ്ടാനുഭവിച്ചതുപോലെ നാം കഷ്ടങ്ങളിലൂടെ കടന്നു so പോകുന്നു. that we will be glorified. നമ്മൾ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീരും. Not only that, many people can be glorified through our suffering, നമ്മുടെ കഷ്ടാനുഭവങ്ങളിലൂടെ അനേകർ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീരും. because they can know Christ, അതിന് മുഖാന്തരം അവർ കർത്താവിനെ അറിയും. because we can be shining as lights for them. നമ്മൾ ഓരോരുത്തരും തേജസ്സായി ലൈറ്റായി ഷൈൻ ചെയ്യുന്നൊക്കെ ഇടയാകും. So this week, let us again give our lives. ഈ ആഴ്ചക്കാലം പിന്നെയും നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് കൊടുക്കാം. When we are really partaking of this Christ death and His resurrection. കർത്താവിന്റെ ആ മരണത്തെയും പുനരുദ്ധാനത്തെയും നാം അതിൽ പങ്കാളികളാകുമ്പോൾ, Especially when we are remembering Christ's death. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ നാം ഓർക്കുമ്പോൾ, We remember the suffering that Christ went through. ക്രിസ്തു കടന്നുപോയ കഷ്ടങ്ങളെ നാം ഓർക്കുന്നു. We cannot even understand the pain that He went through, because Word of God says He bore all the sorrows and all the griefs of all the mankind. നമുക്കത് കർത്താവ് കടന്നുപോയ കഷ്ടങ്ങളുടെ അനുഭവം ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. കാരണം മാനവരാശിയുടെ സകല വേദനകളെയും ഭാരങ്ങളെയും കർത്താവ് തന്റെ മേൽ വഹിച്ചു. The punishment of sin of not one but the whole mankind was upon Him. ആ ഒരു വ്യക്തിയുടെ അല്ല, സകല മാനവരാശിക്ക് വേണ്ടിയുള്ള ശിക്ഷ താൻ തന്റെ മേൽ വഹിച്ചു. That is why the suffering of Christ is so important. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം വളരെ പ്രാധാന്യമായിരിക്കുന്നത്. And we are partakers of His suffering, നമ്മൾ ഓരോരുത്തരും ആ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് പങ്കാളികളാണ്. so that we can be also glorified. അതിന് മുഖാന്തരം നമ്മളും ആ തേജസ് മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ. Let us thank God for this wonderful gospel. ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സുവിശേഷത്തിനായിട്ട് നന്ദി This is പറയാം. a true gospel ഇത് സത്യസുവിശേഷമാണ്. which will lead people to glory. ഇത് അനേകരെ തേജസ്സിലേക്ക് നടത്തുന്ന സുവിശേഷമാണ്. God determined this to be the perfect fit
so that many sons can be taken to glory. പിതാവായ ദൈവം ഇതിനെ യുക്തമെന്ന് തോന്നി അതിന് മുഖാന്തരം അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നയിക്കപ്പെടുവാൻ And Jesus can be the leader of our salvation. യേശു കർത്താവ് നമ്മുടെ രക്ഷാനായകനായി തീരുവാൻ The path of suffering was chosen കഷ്ടാനുഭവങ്ങളുടെ പാത തിരഞ്ഞെടുത്തു much before the foundation of the world. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. Let us thank God, Lord. We want to be, Lord, satisfied and blessed with the sufferings that we undergo. ഈ രാത്രികാലം കർത്താവിന് നന്ദി പറയാം. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളിലൂടെ ഞങ്ങൾ തൃപ്തിയുള്ളവരും അതിന് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടവരുമാകുന്നു. Because we know that you have called us for that. കർത്താവേ ഞങ്ങൾ അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ അറിയുന്നു. The days ahead us we do not know. കർത്താവേ നാളുകൾ കടന്നു പോകുന്നതോറും ഞങ്ങൾ അറിയുന്നില്ല All the things that are coming. കടന്നു വരുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. Lord, we need to stand strong. അതിന്റെ മധ്യത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ, Endure all suffering. എല്ലാ കഷ്ടങ്ങളും സഹിക്കുവാൻ. So that, Lord, your coming is soon. കർത്താവേ ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. We are hid in you. കർത്താവേ ഞങ്ങൾ അങ്ങയിൽ മറിഞ്ഞിരിക്കുന്നു. And when you are revealed, we will be revealed with you. കർത്താവേ അങ്ങ് വെളിപ്പെടുമ്പോൾ ഞങ്ങളും അങ്ങയോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. So that, Lord, we can be glorified. അതിന് മുഖാന്തരം ഞങ്ങൾ തേജസ്സിരിക്കപ്പെടുവാൻ. Thank you, Lord, that you are working in our lives. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. Continue to work in our lives so that, Lord, our lives will be useful for you. കർത്താവേ തുടർമാനമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ. അതിന് മുഖാന്തരം ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവിന് പ്രയോജനകരമായി തീരുവാൻ. Never to stumble and be offended, Lord. കർത്താവേ ഒരിക്കലും ഇടറിപ്പോകുവാൻ ഇടർച്ചയാകുവാൻ ഇടയാകരുത്. Let your word, Lord, really be, Lord, strong and deeper inside our hearts. കർത്താവേ ഞങ്ങളുടെ വചനം ആഴമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുവാൻ. Lord, we let the seed to sow in our heart. കർത്താവേ Prepare our hearts that it will be sown deep inside. കർത്താവേ വിത്തുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വിതയ്ക്കപ്പെടുവാൻ. So that, Lord, we will never stumble. അതിന് മുഖാന്തരം ഒരിക്കലും ഇടറിപ്പോകാതെ. And we will shine as lights before others. കർത്താവേ മറ്റുള്ളവരുടെ മുമ്പിൽ തേജസ്സായി ജ്യോതിസ്സുകളായി ഞങ്ങൾ വെളിപ്പെടുവാൻ. That many people will be able to glorify you. അതിന് മുഖാന്തരം അനേകർ കർത്താവിനെ മഹത്വീകരിക്കുവാൻ. That those who persecute us, കർത്താവെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ, those who put us to trouble, കർത്താവെ ഞങ്ങളെ പ്രശ്നങ്ങളിലാക്കി തീർക്കുന്നവർ, on the day of visitation they will be reached the cause. We will be the cause for them to glorify. കർത്താവെ ആ സന്ദർശന ദിവസത്തിൽ ഞങ്ങൾ മുഖാന്തരം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമാകും. Let us, Lord, really be hopeful of the glorious calling that we have given. ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന ഈ മഹത്വകരമായ വിളിക്കായി ഞങ്ങൾ വളരെ പ്രത്യാശയോടെയായിരിക്കുന്നു. And Lord, this Holy Communion week, Lord, else we tomorrow, if you are allowing us to partake, Lord, help us, Lord, to be really blessing for many people. കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ആഴ്ച ആഗ്രഹിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുവദിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആ തേജസ്സിലേക്ക് നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. As we are praying, let us pray. Manoj will pray.